ജനങ്ങളെ പിഴിയാൻ ഇറങ്ങിത്തിരിച്ച സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ജനകീയ പ്രതിഷേധത്തിന് മുൻപിൽ മുട്ടുവിറച്ചോ? എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. ATM ഇടപാടിന് സർവീസ് ചാർജ് ഈടാക്കാനുള്ള വിവാദ സർക്കുലർ SBI തിരുത്തി. മാസം 10 തവണ സൗജന്യമായി ATMൽ നിന്ന് പണം പിൻവലിക്കാമെന്ന് പുതിയ സർക്കുലർ. നിലവിലുള്ള സൗജന്യങ്ങൾ തുടരുമെന്നും SBIയുടെ പുതുക്കിയ സർക്കുലർ. തിരുത്ത് വ്യാപക പ്രതിഷേധത്തെ തുടർന്ന്. മുത്തലാഖ് മൗലികാവകാശമാണെന്ന കാര്യം പരിശോധിക്കുമെന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച്. ബഹുഭാര്യത്വം അടക്കമുള്ള വിഷയങ്ങൾ പരിഗണിക്കില്ല. മുത്തലാഖ് അപ്രസക്തമായ വിഷയമെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. കേസിൽ 6 ദിവസം വാദം നീളും. കോടതി ലക്ഷ്യക്കേസിലെ തടവ് ശിക്ഷ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് കർണൻ സുപ്രീം കോടതിയിൽ. ഹർജി പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. കർണന് വേണ്ടി ഹാജരാകാൻ മുതിർന്ന അഭിഭാഷകർ വിസമ്മതിച്ചെന്ന് പരാതി. മൂന്നാർ കയ്യേറ്റത്തിൽ റിപ്പോർട്ടർ അന്വേഷണം. ചിന്നക്കനാലിൽ ഉൾവനത്തിലും റിസോർട്ട് നിർമ്മാണം തകൃതി. താൻ 8 സെന്റിന്റെ ജന്മിയാണെന്ന് S. രാജേന്ദ്രൻ. മുഖ്യമന്ത്രി ക്രെഡിറ്റ് തട്ടാൻ ശ്രമിക്കുന്നുവെന്ന് CPI വിമർശിച്ചിട്ടില്ലെന്ന് VS സുനിൽകുമാർ. അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം. നൌഷാരയിലെ വെടിവയ്പിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. സമൂഹ മാധ്യമങ്ങൾ വഴി IS ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നേതൃത്വം നൽകിയത് കാസർഗോഡ് സ്വദേശി അബ്ദുൾ റാഷിദാണെന്ന് NIA. ATM ഇടപാടിന് സർവീസ് ചാർജ് ഈടാക്കാനുള്ള വിവാദ സർക്കുലർ SBI തിരുത്തി. ഒരു മാസം 10 തവണ സൗജന്യമായി ATMൽ നിന്ന് പണം പിൻവലിക്കാം. നിലവിലുള്ള സൗജന്യങ്ങൾ തുടരുമെന്നും SBIയുടെ പുതുക്കിയ സർക്കുലർ പറയുന്നു. ATM സേവനങ്ങൾക്ക് സർവീസ് ചാർജ് ഈടാക്കാനുള്ള വിവാദ ഉത്തരവാണ് SBI തിരുത്തിയത്. ATM വഴിയുള്ള സൗജന്യ ഇടപാടുകൾ പ്രതിമാസം 10 എണ്ണമാക്കി ഉയർത്തിയിട്ടുണ്ട്. SBIയുടെ ATMകൾ വഴി 5 ഇടപാടും മറ്റുള്ള ബാങ്കുകളുടെ ATM വഴി 5 ഇടപാടുമാണ് ഇനി മുതൽ സൗജന്യമായി ലഭിക്കുന്നത്. മെട്രോ നഗരങ്ങളിൽ SBIയുടെ ATMകൾ വഴി 5 ഇടപാടും മറ്റുള്ള ബാങ്കുകളുടെ ATM വഴി 3 ഇടപാടും സൗജന്യമായിരിക്കുമെന്ന് SBI അധികൃതർ വ്യക്തമാക്കി. സേവിംഗ് അക്കൗണ്ട് ഉടമകൾക്കാണ് ഈ സേവനം ലഭ്യമാകുന്നത്. അതേസമയം മുഷിഞ്ഞ നോട്ടുകൾ മാറുന്നതിനും SBI നിക്ഷേപങ്ങൾക്കും ഏർപ്പെടുത്തിയ സർവീസ് ചാർജ് പിൻവലിക്കുന്നതിനെക്കുറിച്ച് വിശദീകരണം നൽകാൻ SBI തയ്യാറായിട്ടില്ല. നിക്ഷേപങ്ങൾക്ക് 0.25% സർവീസ് ചാർജായി ഈടാക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ശ്രീ T. നരേന്ദ്രൻ, ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സംഘടനയായ ബെഫിയുടെ നേതാവ്, ശ്രീ AN ഷംസീർ CPIM MLA, ശ്രീ VV രാജേഷ് BJP നേതാവ്, ശ്രീ മാത്യു കുഴൽനാടൻ കോൺഗ്രസ് നേതാവ്, ശ്രീ VK ആദർശ് യൂണിയൻ ബാങ്കിന്റെ ടെക്നിക്കൽ മാനേജർ എന്നിവർ. ആദ്യം ശ്രീ T. നരേന്ദ്രൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച സർക്കുലറിനെ എല്ലാവരും തെറ്റിദ്ധരിക്കുകയായിരുന്നോ? അതോ ശക്തമായ പ്രതിഷേധം ഉയർന്നപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം പിൻവലിച്ച് ഞങ്ങൾ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് വിശദീകരിക്കേണ്ടി വരികയായിരുന്നോ SBIക്ക്? കയ്യബദ്ധം പറ്റിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും നിസ്സാര സാങ്കേതിക തകരാറ് കൊണ്ടോ സംഭവിച്ചതല്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉത്തരവ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ തന്നെ 47ാമത് വലിയ ബാങ്കിന് ഒരു സർക്കുലർ ഇറക്കുമ്പോൾ അങ്ങനെയൊന്നും തെറ്റുപറ്റേണ്ടുന്ന ഒരാവശ്യവുമില്ല. നമുക്കറിയാം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 6 അസോസിയേറ്റ് ബാങ്കുകളെ ഏറ്റെടുത്തതിന് ശേഷം ഏപ്രിൽ 1 മുതൽ തന്നെ ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റൊരു ബാങ്കും നടപ്പിലാക്കാത്ത വിധത്തിലുള്ള സർവീസ് ചാർജുകളുടെ ഒരു പ്രഹരം ഇടപാടുകാരിൽ അടിച്ചേൽപ്പിക്കുകയുണ്ടായി. തുടർന്ന് ലയനത്തിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ ഓരോന്നായിട്ട് നടപ്പിലാക്കി വരുന്നത് കാണാൻ കഴിയും. ജൂൺ മാസം 1-ാം തീയതി മുതൽ കേരളത്തിൽ 197 പഴയ SPT ശാഖകൾ അടച്ചുപൂട്ടുകയാണ്. ഇന്ത്യയിൽ ആകമാനം അത്തരത്തിൽ 12,000 ശാഖകൾ അടച്ചുപൂട്ടുന്നൊരു പ്രക്രിയ നടക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് SBIയുടെ പുതിയ സർവീസ് ചാർജിനെ കാണേണ്ടത്. അടിസ്ഥാനപരമായ പ്രശ്നം, ഇന്ത്യയിലെ റോൾ മോഡലായി പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സർവീസ് ചാർജിന്റെ കാര്യത്തിലും സാധാരണക്കാരനോടുള്ള പെരുമാറ്റത്തിന്റെ കാര്യത്തിലും നവസ്വകാര്യ ബാങ്കുകളെ കടത്തിവെട്ടാൻ ശ്രമിക്കുന്നത് തീർച്ചയായും പൊതുമേഖലാ ബാങ്കുകളുടെ വിശുദ്ധി ഇല്ലാതാക്കുന്നുവെന്ന് മാത്രമല്ല, പൊതുമേഖലാ ബാങ്കുകളുടെ വിശുദ്ധി ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് താങ്കളുടെ ആക്ഷേപം. തുടരുക ശ്രീ AN ഷംസീർ, ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് SBI ഔദ്യോഗികമായി വിശദീകരിച്ചു കഴിഞ്ഞു. മുൻപുള്ളതുപോലെ എല്ലാ തരത്തിലുള്ള ATM വിഡ്രോവലുകളും തുടരും. അതായത് മെട്രോ നഗരങ്ങളിൽ 8 തവണ സൗജന്യമായി പിൻവലിക്കാം. SBIയുടെ ATMൽ നിന്നാണെങ്കിൽ 5 തവണ,
മറ്റു ബാങ്കുകളുടേതിൽ നിന്ന് 3 തവണ, അതിന് ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ 10 തവണ. ഇവിടെ ചാർജ് ഈടാക്കുമെന്നുദ്ദേശിച്ചത് 25 രൂപ ചാർജ് ഈടാക്കുമെന്നുദ്ദേശിച്ചത് SBIയുടെ ബഡ്ഡി കസ്റ്റമേഴ്സിന് മാത്രമാണ് എന്ന് ഇന്ന് വൈകുന്നേരത്തോടുകൂടി SBI വിശദീകരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന എല്ലാ ആശയക്കുഴപ്പങ്ങളും അവസാനിച്ചു. DYFI ഇന്ന് സമരപരിപാടികൾ തന്നെ നടത്തിയിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ സമരപരിപാടികളൊന്നും നടത്തേണ്ടാത്ത വിധത്തിൽ എല്ലാം സുവ്യക്തമായോ? DYFI സമരം തുടരും. DYFI 4 SBI ആസ്ഥാനത്തേക്ക് വീണ്ടും മാർച്ച് നടത്തും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഇട്ട് നോക്കിയത്, ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, ഒരു ടെസ്റ്റ് ഡോസാണ്. ഇതിനോട് ജനങ്ങൾ അങ്ങനെ പ്രതികരിക്കും. കേരളം പോലുള്ള സ്റ്റേറ്റിനകത്ത് നിന്നും ദേശവ്യാപകമായി തന്നെ വലിയ രീതിയിൽ എതിർപ്പ് വന്നു. DYFI മാത്രമല്ല, ഒരുപാട് സംഘടനകൾ എതിർത്തിരുന്നു. ബെഫി എതിർത്തിരുന്നു. ഒരുപാട് സംഘടനകൾ ഇന്ന് കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും വലിയ എതിർപ്പ് കൊണ്ടുവന്നു. അപ്പോൾ ഇതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ SBIയുടെ മുഖം വികൃതമാകും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ അതിലൊന്ന് വിഡ്രോ ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ബഡ്ഡി കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എന്ത്? ഈ ബഡ്ഡി കസ്റ്റമേഴ്സ്, ഞാൻ ചോദിക്കുന്നത്, ബഡ്ഡി കസ്റ്റമേഴ്സ് യഥാർത്ഥത്തിൽ ഈ ടെക്നോളജി വളരുന്ന കാലത്ത് ലോകത്ത് നമ്മുടെ നരേന്ദ്രമോദി പറയുന്ന ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ചാണ്, പ്ലാസ്റ്റിക് മണിയെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ എല്ലാ ബാങ്കിൽ നിന്നും ഏത് ഘട്ടത്തിലും ആർക്കും പിൻവലിക്കാൻ അവകാശം കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ ബഡ്ഡി ഉപഭോക്തൃ കസ്റ്റമർ എന്ന് പറയുമ്പം, ഇപ്പോൾ എനിക്ക് അക്കൗണ്ടില്ല SBIയിൽ, ഞാൻ SBIയിൽ പോയി പൈസ എടുക്കുന്നു, ഞാനിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അവിടെ നിന്ന് പൈസ എടുക്കുമ്പോൾ എനിക്ക് തുടർച്ചയായി 2-3 തവണ എടുക്കേണ്ടി വന്നാൽ പിന്നെ എന്നിൽ നിന്ന് സർവീസ് ടാക്സ് ഈടാക്കുകയാണ്. ഞാൻ അവിടുത്തെ ഒരു ബഡ്ഡി കസ്റ്റമറാണ്. ഇത് ശരിയാണോ? ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡിജിറ്റൽ അക്കൗണ്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഡിജിറ്റലൈസേഷനെ കുറിച്ച് സംസാരിക്കുമ്പം, ഈ നിലയിൽ സംസാരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് വളരെ കൃത്യമായ അജണ്ട ഇവർക്കുണ്ട് എന്നുള്ളതാണ്. ഇവിടെ മുഷിഞ്ഞ നോട്ട് മാറാൻ എത്രയും ഒരു സർവീസ് ടാക്സ് ഈടാക്കുന്നത്? 20 നോട്ട് വരെ ഫ്രീ ആയിട്ട് മാറ്റാം. 20 നോട്ട് മാത്രമാണോ? നാട്ടിലെ സാധാരണ ചായക്കച്ചവടക്കാരൻ്റെ കയ്യിൽ വരുന്ന നോട്ട് ഏതാ? ചായക്കച്ചവടക്കാരൻ്റെ കയ്യിൽ വരുന്ന നോട്ട് മിക്കവാറും മുഷിഞ്ഞായിരിക്കും. അതൊരു പക്ഷേ അവ മാറ്റും. അപ്പം അങ്ങനെ മാറ്റുമ്പം 20-ന് മുകളിലേക്ക് കഴിഞ്ഞാൽ കാശ് ഈടാക്കുകയാണ്. ചെക്ക് ബുക്ക് 10 ലീഫിന് 30 രൂപ, തീർച്ചയായും പരിശോധിക്കണം. ATM സർവീസ് ചാർജ് എന്നുള്ളത് എന്താണ് എന്നുള്ളതിലേക്ക് പോയതിനു ശേഷം അങ്ങയിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ശ്രീ N. ഷംസീർ, ശ്രീ VK ആദർശ്, ഇപ്പോൾ SBI ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണോ? ഇങ്ങനെ ATM വിത്ഡ്രോവലിന് ചാർജ് ഈടാക്കിയാൽ അത് സ്വീകരിക്കപ്പെട്ടാൽ സ്വീകരിക്കപ്പെടട്ടെ എന്നുള്ള മട്ടിലൊരു പരീക്ഷണം നടത്തിയതാണോ, അതോ ഈ സർക്കുലർ തയ്യാറാക്കിയപ്പോൾ വന്നിട്ടുള്ള അവ്യക്തതയാണോ? എന്താണ് ഈ സംഭവിച്ചത് താങ്കളുടെ കാഴ്ചപ്പാട്? രണ്ട് തരത്തിൽ വന്നു. ഒന്ന്, SBIയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് അവ്യക്തതയുണ്ട്, മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും കുറച്ച് അവ്യക്തതയുണ്ട്. രണ്ട് കാരണം. ഒന്നെന്ന് പറഞ്ഞാൽ, നിങ്ങൾ സോഴ്സിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം നയവ്യതിയാനമാണ്. നയവ്യതിയാനം പെട്ടെന്ന് ഒരു സർക്കുലർ വഴി എടുക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം എത്രയാണ് സൗജന്യ ഇടപാടുകൾ, സൗജന്യമായി എത്ര പ്രാവശ്യം ചെയ്യണമെന്നുള്ളത് RBIയുടെ വളരെ കൃത്യമായ മാൻഡേറ്റ് ഉണ്ട്. അത് എല്ലാ ബാങ്കിനും ബാധകമാണ്. അതുപോലെ ഇതിന്റെ ചാർജും എല്ലാ ബാങ്കിനും ബാധകമായ രീതിയിൽ RBI ഫിക്സ് ചെയ്യുന്നു. ഇതിൽ നിന്നൊരു മാറ്റം വേണമെങ്കിൽ കുറഞ്ഞത് RBI എന്നുള്ള അനുമതി ആവശ്യമാണ്. ചില കേസിൽ സർക്കാരിന്റെ കൺകറൻസും ആവശ്യമാണ്. ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഒരു ഓഫീസ് നോട്ട് ഇറങ്ങുമ്പോൾ അതിനകത്തുണ്ടായത് ടൈപ്പിംഗ് എററെന്നോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ആശയ വ്യക്തതയുടെ പ്രശ്നമാണ്. അങ്ങനെ ആകുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമം SBI അല്ല, അങ്ങനെയല്ല ശ്രീ VK ആദർശ്, ഇതിൽ ടൈപ്പിംഗ് എറർ അല്ല. ഞാൻ ആ സർക്കുലർ, ആദ്യത്തെ സർക്കുലർ എൻ്റെ കയ്യിലുണ്ട്. അത് ഒരു സർക്കുലർ തുടങ്ങുന്നു. ആ സർക്കുലറിലെ രണ്ടാമത്തെ സബ് ഹെഡിങ് സർവീസ് ചാർജസ് ഓൺ ATM എന്നുള്ളതാണ്. അതിൽ പറയുന്നു ക്യാഷ് വിത്ഡ്രോവൽ Rs25 പെർ ട്രാൻസാക്ഷൻ. ആ സബ് ഹെഡിങ്ങിന്റെ കീഴിൽ എഴുതുകയാണ് ക്യാഷ് ഔട്ട് ത്രൂ ATM അഥവാ ക്യാഷ് വിത്ഡ്രോവൽ Rs25 പെർ ട്രാൻസാക്ഷൻ. ഇങ്ങനെ ഒരു രേഖ SBIയുടെ വെബ്സൈറ്റിൽ നമുക്ക് കിട്ടുമ്പോൾ അത് വളരെ കൃത്യമാണല്ലോ. അത് പിന്നെ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യാനല്ലേ പറ്റൂ. അഭിലാഷ്, ഏറ്റവും താഴെ എഴുതിയേക്കുന്ന കണ്ടില്ലേ, ഫ്രീ ട്രാൻസാക്ഷൻ എത്ര എന്നുള്ള അതിന്റെ താഴെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ ആശയക്കുഴപ്പം ഉണ്ടായിരുന്ന സർക്കുലർ, മാധ്യമ പ്രവർത്തനത്തിന്റെ ജോലി എന്താണ്? നമുക്ക് ആശയക്കുഴപ്പം മാറ്റി ജനങ്ങളിലേക്ക് വസ്തുതയായി എത്തിക്കലാണ്. കിട്ടിയ പാടെ റിപ്പോർട്ട് ചെയ്യലല്ലോ. അത് SBIന്ന് ഏതെങ്കിലും ഒരു ഓഫീസറിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു SBIയുടെ ജനറൽ മാനേജറോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിനകത്ത് ആശയ വ്യക്തതയുടെ പ്രശ്നമാണ്. ഇങ്ങനെ ഒരു സംഭവം അവർ തീരുമാനിച്ചിട്ടില്ല. രണ്ടത് പോളിസി ചേഞ്ചാണ്. പോളിസി ചേഞ്ച് കേവലം പത്രക്കുറിപ്പിലല്ല വരേണ്ടത്. അതൊരു കൃത്യമായ ഡിസ്കഷൻ നടന്ന അതിന്റെ ഡെലിഗേറ്റഡ് അതോറിറ്റി തീരുമാനം എടുത്താണ് വരേണ്ടത്. അതിങ്ങനെ അല്ല അറിയേണ്ടത്. അല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീ ആദർശ്, ഒന്ന്, ഈ നമ്മൾ ബന്ധപ്പെടുന്ന ബാങ്ക് ഉദ്യോഗസ്ഥർ
അത് വിശദീകരിക്കണ്ടേ? താങ്കൾ വിചാരിച്ചത് ഇന്ന് രാവിലെ 10 മണി മുതൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഈ ബാങ്കിന്റെ തലപ്പത്തുള്ള ആരെയും ബന്ധപ്പെട്ടിട്ടില്ല എന്നാണോ? കേരളത്തിൽ ഈ ബാങ്കിന്റെ ചുമതലയുള്ള എല്ലാ ആളുകളുമായും ബന്ധപ്പെടാൻ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലെയും മാധ്യമപ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലരുമായും സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ബഡ്ഡിയുടെ കാര്യമാണ് എന്ന് എന്തുകൊണ്ടാണ് അവർ അപ്പോൾ വിശദീകരിക്കാതിരുന്നത്? ഇന്ന് വൈകുന്നേരം വരെ ഇങ്ങനെ ഒരു വിശദീകരണം അവരുടെ ഭാഗത്ത് നിന്ന് വരാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒരു നിഷേധക്കുറിപ്പ് ഇറങ്ങാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ വാർത്ത രാവിലെ മുതൽ പ്രചരിക്കുകയാണല്ലോ. അപ്പൊ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ട്വിറ്റർ ഒന്നാം തരം ഉപയോഗിക്കുന്ന മാധ്യമപ്രവർത്തനാണ് ഇപ്പൊ എന്റെ അടുത്ത് ചോദ്യം ചോദിച്ചത്. രാത്രി ഉച്ച മുതൽ അല്ലെങ്കിൽ ഒരു 12 മണി മുതലൊക്കെ SBIയുടെ ട്വിറ്റർ ഹാൻഡിൽ നിന്ന് പല കസ്റ്റമേഴ്സിനെ നേരിട്ട് പറയുന്നു. എത്ര മണി മുതൽ വി കെ ആദർശ്? ഞാൻ രാവിലെ മുതൽ ട്വിറ്റർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര മണി മുതൽ ഇത് ഈ ക്വസ്റ്റ്യനോട് SBI പ്രതികരിച്ചു? 2 മണിക്ക് ഞാൻ കണ്ടു. ഒരു കസ്റ്റമറിനോട് റിപ്ലൈ ഞാൻ കണ്ടു. അതെ, കസ്റ്റമർക്ക് എപ്പോൾ മുതലാണ് റിപ്ലൈ കൊടുക്കാൻ തുടങ്ങിയത്? അഭിലാഷ് ചോദ്യം ട്വിറ്ററിൽ ചോദിച്ചെന്ന് SBIയോട് ചോദിച്ചു. അഭിലാഷ് SBIയോട് തിരക്കിയെന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? ഞാൻ അതിപ്പോ എന്റെ ട്വിറ്റർ ഹാൻഡിൽ കാണിച്ചു തരാമല്ലോ. ഞാൻ SBIയോട് തിരക്കി, എനിക്ക് മറുപടി കിട്ടിയത് വൈകുന്നേരമാണ്. കസ്റ്റമേഴ്സിന് ഞാൻ തർക്കിക്കാൻ ആളല്ല. SBI തന്നെ കസ്റ്റമേഴ്സിന് കൊടുത്ത മറുപടി ഞാൻ ട്വിറ്ററിൽ കണ്ടതാണ് ഞാൻ പറഞ്ഞത്. ബഡ്ഡി ഉപയോക്താക്കൾക്ക്, അത് ബഡ്ഡി ഉപയോക്താക്കൾ വാലറ്റിൽ നിന്ന് ATM വഴി കാശ് എടുക്കണമെങ്കിൽ അത് നിലവിൽ RBIയുടെ ചാർജ് ഉണ്ട്. ഇനി നിങ്ങൾ ഈ പറയുന്ന ആശയ വ്യക്തത നിങ്ങൾ ആദ്യത്തേത് കണ്ട് വ്യക്തമാക്കിയല്ലോ. ഏറ്റവും താഴെ എന്താ എഴുതിയിരിക്കുന്നത്? ATM ചാർജിന്റെ കാര്യത്തിൽ താഴെ എഴുതിയിരിക്കുന്ന ആശയ വ്യക്തി. രാവിലെ തന്നെ പല മാധ്യമപ്രവർത്തകരും പറയുന്നു ആശയക്കുഴപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് രാവിലെ. ശരി, ആശയക്കുഴപ്പം ഉണ്ട് എന്ന് പറഞ്ഞു. അത് പക്ഷേ ഞാൻ ചോദിക്കുന്നത് SBI അല്ലേ വിശദീകരിക്കേണ്ടത്? അത് തന്നെ, അതിന് അവരുടെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റുമായി അല്ലെങ്കിൽ അവരുടെ GM ലെവലിലുള്ള ഒരു ഓഫീസറുമായി നിങ്ങൾ കോൺടാക്ട് ചെയ്യണ്ടേ? അല്ല, കോൺടാക്ട് ചെയ്യായിട്ടല്ല ശ്രീ വി കെ ആദർശ്. ഞാൻ ഈ ചോദ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ചോദിച്ചതാണ്. ഞാനിത് ഇതെൻ്റെ ഫോണാണ്, ഞാൻ കാണിച്ചു തരാം. എനിക്ക് കിട്ടിയിട്ടുള്ള മറുപടി, പ്ലീസ് നോട്ട് ദാറ്റ് ഫോർ വിത്ഡ്രോവൽ ട്രാൻസാക്ഷൻസ് ഷാൽ ബി പ്രൊവൈഡഡ് ഫ്രീ ഓഫ് ചാർജസ് പെർ മന്ത് എന്നുള്ള റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. എപ്പോ? ഇന്ന് വൈകുന്നേരമാണ് റിപ്ലൈ കിട്ടുന്നത്. ഈ രാവിലെ പറഞ്ഞാൽ പോരെ? ഞാൻ കണ്ടു. കസ്റ്റമർ കിട്ടി, സാധാരണ കസ്റ്റമർ കിട്ടിയ റിപ്ലൈ ഞാൻ കണ്ടു. അതേ റിപ്ലൈ ആണല്ലോ എല്ലാവർക്കും കിട്ടുക. അത് രാവിലെ പറയണ്ടേ അങ്ങനെയാണെങ്കിൽ SBI? തർക്കം അതല്ലല്ലോ, ഇത് പോളിസി ചേഞ്ച് അല്ലേ? നമുക്കൊരു സ്വാഭാവികമായിട്ട് ഫിനാൻസ്. അല്ല, ഞാൻ ചോദിക്കുന്നത് അതല്ല. SBIക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ, ഇങ്ങനെ ഒരു വിവാദം വരുമ്പോൾ, ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ മറുപടി പറയാനുള്ള ബാധ്യത ഇല്ലേ? എന്തിനാണ് ഇത്രയും താമസിച്ച് വിശദീകരിക്കേണ്ട കാര്യം SBIക്ക്? ശരി, അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽ ട്വീറ്റ് ചെയ്തിട്ടില്ലല്ലോ. അങ്ങോട്ട് ആളുകൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങോട്ട് ആളുകൾ ചോദിച്ചിട്ട് അതിന് മറുപടി തരാൻ എന്തുകൊണ്ടാണ് ഇന്ന് ഉച്ച തിരിയുന്ന സമയം വരെ കാത്തിരിക്കേണ്ടി വരുന്നത്? അഭിലാഷ്, അത് SBIയുടെ പബ്ലിക് റിലേഷൻ വക്താവോ അല്ലെങ്കിൽ SBIയുടെ GM ലെവലിലുള്ള ഒരാളോ പറയേണ്ട മറുപടിയാണ്. സാധാരണ ബാങ്ക് ഓഫീസർ പറയേണ്ട മറുപടിയല്ല, അല്ലെങ്കിൽ ബാങ്ക് ക്ലർക്കുമാർ പറയേണ്ട മറുപടിയല്ല. ഇത് പോളിസി ലെവൽ ഡിസിഷൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിപ്പോ ബാങ്ക് ഓഫ് അമേരിക്ക എടുത്താലും അല്ലെങ്കിൽ റിസർവ് ബാങ്ക് എടുത്താലും പോളിസി ലെവൽ ഡിസ്കഷൻ ആണിത്, പോളിസി ലെവൽ മാറ്റമാണ്. അത് അറിയേണ്ടത് ഈ ഒരു പത്രക്കുറിപ്പ് വഴി അല്ല എന്നുള്ള സാമാന്യ ജ്ഞാനം ബിസിനസ് ഫോളോ ചെയ്യുന്ന ആളെന്നുള്ളതിൽ എനിക്കുണ്ട്. റൈറ്റ്, അതാണ് താങ്കളുടെ വാദം. തുടരുക. ശ്രീ വി രാജേഷ്, BJP നേതാവ്. ശ്രീ വി രാജേഷ്, എന്തിനായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ശ്രമിച്ചത്? ഇവിടെ വളരെ കൃത്യമായി, വളരെ പ്ലെയിനായി ATM ചാർജുകൾ അടുത്ത 1-ാം തീയതി മുതൽ, ജൂൺ 1-ാം തീയതി മുതൽ 25 രൂപ മുടക്കുള്ളതായിരിക്കും എന്നൊരു സർക്കുലർ പുറപ്പെടുവിച്ചതിന് ശേഷം ഇന്ന് വൈകിട്ടാകുമ്പോൾ അത് അങ്ങനെയല്ല, അത് ബഡ്ഡി കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ചുള്ളതാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് SBI. അങ്ങനെ വിശദീകരിക്കേണ്ടി വന്നത് ശക്തമായ പ്രതിഷേധം ഉയർന്നതുകൊണ്ട്, സോഷ്യൽ മീഡിയയിൽ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ വന്നതുകൊണ്ട്, SBIയുടെ ഉപഭോക്താക്കൾ അവരുടെ SBIയിലെ അക്കൗണ്ട് ക്യാൻസൽ ചെയ്ത് പുതിയ വേറെ ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങുമെന്ന ഘട്ടം വന്നപ്പോൾ SBIക്ക് പിൻവാങ്ങേണ്ടി വന്നതാണെന്ന് പറഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ടും നിരാകരിക്കേണ്ടി വരും. കാരണം അഭിലാഷിന്റെ ചർച്ചയിലെ ഒരു പോയിന്റ് തന്നെ വസ്തുതാവിരുദ്ധമാണ്. ഇതിൽ ഈ സർക്കുലറിൽ 2ാമത്തെ ഹെഡിങ് സർവീസ് ചാർജസ് ഓൺ ATM ആൻഡ് BC, അതിൽ 25 രൂപ എന്ന് അഭിലാഷ് ഇവിടെ വായിച്ചല്ലോ. 2014 RBI സർക്കുലറിൽ മെട്രോ സിറ്റീസും അല്ലാത്ത സ്ഥലങ്ങളിലും 3 ട്രാൻസാക്ഷൻ ഫ്രീ, മെട്രോയിൽ അല്ലാത്ത സ്ഥലങ്ങളിൽ 5 ട്രാൻസാക്ഷൻ ഫ്രീ. അതിനുശേഷം 20 രൂപയും സർവീസ് ടാക്സും വർഷങ്ങളായി ഈടാക്കി വരികയായിരുന്നു. ഇന്ന് ഈ സർക്കുലർ മോഡിഫൈ ചെയ്തിറക്കിയപ്പോൾ IMPS ഫണ്ട് ട്രാൻസാക്ഷനാണ് ചാർജ് ഈടാക്കുന്നതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അഭിലാഷ് വായിച്ചത് നേരത്തെയും ഉണ്ടായിരുന്നതാണ് അഭിലാഷ്. അതിനെ ഇന്റർപ്രറ്റ് ചെയ്തതിലുണ്ടായിരുന്ന മിസ്റ്റേക്കാണ്. ബാങ്കിന്റെ ഭാഗത്ത് നിന്നും SBI ബഡ്ഡീസ് ഉപയോഗിക്കുന്നവർക്ക് അവർക്ക് ATM-ലൂടെ പണം വിഡ്രോ ചെയ്യാമെന്ന് അതിന്റെ ഒരു SBI ബഡ്ഡി ഉപയോഗിക്കുന്നവർക്കാണിതെന്ന് എവിടെ പറഞ്ഞു? അല്ല,
ഞാൻ അവിടെയാ പറഞ്ഞത് ബാങ്കിന്റെ സർക്കുലർ പുറപ്പെടുവിച്ചതിൽ ഒരു ക്ലാരിഫിക്കേഷന്റെ പ്രശ്നമുണ്ടായിരുന്നു. അവർ ഉച്ചയ്ക്ക് ശേഷം അത് പുറപ്പെടുവിച്ചു. അതിന് ഉത്തരം പറയേണ്ടത് ബാങ്കിന്റെ അതോറിറ്റീസ് ആണ്. ഞാൻ ഗവൺമെന്റിന്റെ പോളിസിയെ കുറിച്ച് താങ്കൾ പറഞ്ഞത് എന്താണ്? ഞാൻ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണല്ലോ ഞാൻ പറയുന്നത്. വസ്തുതാപരമായ പിഴവുണ്ട് എന്നാണല്ലോ. SBIയുടെ വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള വാർത്താക്കുറിപ്പിൽ ഈ പറയുന്ന SBI ബഡ്ഡിയെ കുറിച്ചാണ് ഈ പരാമർശം എന്നില്ല. വളരെ കൃത്യമായി സർവീസ് ചാർജ് ഓൺ ATM ആൻഡ് BC എന്ന് മാത്രമാണ് പറയുന്നത്. അവിടെയാണ് വളരെ കൃത്യമായി ക്യാഷ് ഔട്ട് ത്രൂ ATM RS25 പെർ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോൾ ATM-ൽ നിന്ന് പണം എടുത്താലും അതിന് 25 രൂപ സർവീസ് ചാർജ് കൊടുക്കണമെന്നാണ് അതിന്റെ മലയാളം. അത് അങ്ങനെ തന്നെ കാണുന്ന ആളുകൾക്ക് തോന്നും. അപ്പോൾ അത് അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യാനും പറ്റൂ. ആ സംഗതിയെ എന്തിനാണ് ഇത്രയും വെച്ച് താമസിപ്പിച്ച് വൈകുന്നേരം ആകുമ്പോൾ SBIക്ക് ഇങ്ങനെ ഇത് ബഡ്ഡിയെ കുറിച്ചാണ് വിശദീകരിക്കേണ്ടി വന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിപ്പോ ഈ ഉപഭോക്താക്കളൊക്കെ ബാങ്കിനെ കൈയൊഴിയുമെന്ന് പേടിച്ചാകാമല്ലോ. ശ്രീ അഭിലാഷ് മോഹൻ പറയൂ. അവസാനം ശ്രീ അഭിലാഷ് മോഹൻ ഇന്നലെ വരെയും ഇല്ലെങ്കിൽ ഇന്നലെ രാത്രി വരെയും അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെയും ഫ്രീ ട്രാൻസാക്ഷന്റെ തവണകൾ കഴിഞ്ഞാൽ ATM-ൽ നിന്നും പണം എടുക്കുന്നവരിൽ നിന്നും ഈ പണം വാങ്ങിയിരുന്നു. ഈ പണം ഇന്ന് രാവിലെ മുതലല്ല. ഈ 20 രൂപയും സർവീസ് ടാക്സും എന്നുള്ള തുക ഇന്നലെയും വാങ്ങിയിരുന്നു. 2014 RBIയുടെ സർക്കുലർ ഇറങ്ങിയത് മുതൽ വാങ്ങുകയായിരുന്നു. ഇന്ന് രാവിലെ മുതലാണ് ഈ പണം വാങ്ങുന്നതെന്നുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന വിവരമാണ് രാവിലെ മുതൽ നിങ്ങൾ വാർത്ത കൊടുക്കുന്നത്. ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ബഡ്ഡി കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നാണ് 25 രൂപ വാങ്ങുന്നത് എന്നുള്ള ക്ലാരിഫിക്കേഷൻ അവർ കൊടുത്തിരുന്നില്ല. അവർ കൊടുക്കേണ്ടതായിരുന്നു. ഇങ്ങനെ മാധ്യമ വാർത്തകൾ വന്ന ഉടൻ തന്നെ അവർ അതിൽ പ്രതികരിച്ചു. അത്രമാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിന് പകരം ഇന്നലെ ഹൗസിംഗ് ലോണിൽ 0.10% ഇൻട്രസ്റ്റ് കുറച്ചു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 8.25% മാറ്റി. 25 കോടി ജനങ്ങൾക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് കൊടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അതിൽ വിത്തൗട്ട് എനി മണി ദേ ആർ ഗെറ്റിംഗ് 5,000 rupees ഓടി. അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിന് പകരം ഇത്തരത്തിൽ ബേസ്ലെസ് വാർത്തകൾ കൊടുത്ത് ജനങ്ങളുടെ സമയം കളയരുത്. ബേസ്ലെസ് വാർത്ത എന്ന് എങ്ങനെയാണ് ശ്രീ VV രാജേഷ് പറയുന്നത്? ഞാൻ ആവർത്തിച്ചതാ ഈ സർക്കുലർ അല്ലേ വായിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇറക്കിയ സർക്കുലർ ആണ്. സർവീസ് ചാർജസ് ഓൺ ATM ആൻഡ് BC പറയുന്നു ക്യാഷ് ഔട്ട് ത്രൂ ATM ക്യാഷ് വിത്ഡ്രോവൽ RS25 പെർ ട്രാൻസാക്ഷൻ. ഇങ്ങനെ വാർത്താക്കുറിപ്പ് ഇറക്കിയത്, ഇങ്ങനെ സർക്കുലർ ഇറക്കിയത് മാധ്യമങ്ങളാണോ? ഇങ്ങനെ സർക്കുലർ ഇറക്കിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അഭിലാഷ് മോഹൻ, ഇറ്റ് ഈസ് എ മോഡിഫൈഡ് സർക്കുലർ. ഇത് നേരത്തെയും ഈ ചാർജ് ഉണ്ടായിരുന്നു അഭിലാഷേ. 5 തവണയിൽ കൂടുതൽ കാർഡ് ഉപയോഗിക്കുമ്പോൾ സെയിം ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ 10 രൂപ പ്ലസ് സർവീസ് ചാർജ്, ഡിഫറന്റ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ 20 രൂപ പ്ലസ് സർവീസ് ചാർജ്. ഞാൻ ചോദിക്കുന്നത് എന്താണ്, താങ്കൾ പറയുന്നത് എന്താണ്? നേരത്തെയും ഉണ്ടായിരുന്നു. അത് ഫ്രീ ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷം ചുമത്തുന്ന സർവീസ് ചാർജ് അല്ലേ? ഇവിടെ പക്ഷേ ആദ്യത്തെ ട്രാൻസാക്ഷൻ മുതൽ സർവീസ് ചാർജ് ചുമത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ ആ അവ്യക്തമായ വിവരമാണ് ഇത് വായിക്കുന്ന ആളുകൾക്ക് മുൻപിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ക്യാഷ് ഔട്ട് ത്രൂ ATM ക്യാഷ് വിത്ഡ്രോവൽ RS25 പെർ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ട്രാൻസാക്ഷനും 25 രൂപ കൊടുക്കണമെന്നാണല്ലോ അതിന്റെ സാമാന്യമായ അർത്ഥം. അപ്പോ ആ നിലയ്ക്കുള്ള വിവരമാണ് പുറത്തേക്ക് വന്നത്. ഈ പഴയ ട്രാൻസാക്ഷന്റെ 4ൽ കൂടുതൽ ട്രാൻസാക്ഷന് ഈ പറയുന്ന സർവീസ് ചാർജ് കൊടുക്കുന്ന സംഭവം നേരത്തെ ഉണ്ടായിരുന്നു, സമ്മതിച്ചു. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? എന്റെ അഭിലാഷേ, ആ സർക്കുലറിന്റെ ഒന്ന് താഴെ, ഏറ്റവും താഴത്തെ പോർഷനിലേക്ക് ഒന്ന് പോയേ. ഏറ്റവും താഴേക്ക് അഭിലാഷം ഒന്ന് വായിച്ചേ. ഏറ്റവും താഴത്തെ പോർഷൻ ഒന്ന് വായിക്കും. നിങ്ങൾ നേരത്തെ സ്ക്രീൻഷോട്ട് കാണിച്ചു. വിഡ്രോവൽസ് ഞാൻ വായിക്കാം. ഫോർ വിഡ്രോവൽസ് ഇൻ എ മന്ത് ഇൻക്ലൂഡിംഗ് ATM വിഡ്രോവൽസ് ഫ്രീ ഓഫ് ചാർജസ്. 4 വിഡ്രോവൽ അതിന് ഫ്രീ ഓഫ് ചാർജസ്. ആ സർക്കുലർ ഏറ്റവും താഴെ ഭാഗത്തേക്ക് അഭിലാഷം ഒന്ന് പോയേ. ജനങ്ങളോട് പറയുന്നില്ല. സർവീസ് ചാർജസ് ഫോർ ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ്സ്. ഏത് ഹെഡിങ്ങാ? BSBD അക്കൗണ്ടുകൾക്ക് മാത്രമാണത്. അതായത് 50,000 രൂപയിൽ താഴെയുള്ള ചെറിയ അക്കൗണ്ടുകൾക്ക്, ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റുകളുടെ അക്കൗണ്ടുകൾക്ക് മാത്രമാണ്. അതിലെന്താണ് അവ്യക്തത? എല്ലാ അക്കൗണ്ടുകൾക്കും അല്ലാതെ. അങ്ങനെയാണെങ്കിൽ ഓൾ അക്കൗണ്ട്സിന് അങ്ങനെ ആകണ്ടേ? സർവീസ് ചാർജസ് ഫോർ ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ്സ്, അതിനാണ് താങ്കൾ ഈ സൂചിപ്പിക്കുന്ന കാര്യം. ഫോർ വിത്ഡ്രോവൽസ് ഇൻ എ മന്ത് ഇൻക്ലൂഡിംഗ് ATM വിത്ഡ്രോവൽസ് ഫ്രീ ഓഫ് ചാർജസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലല്ല, ഇന്ന് വന്നത് അതിൽ ഞങ്ങൾക്ക് അവ്യക്തതയൊന്നുമില്ല. ഈ സർക്കുലർ പുറപ്പെടുവിച്ച ആളുകൾക്ക് അവ്യക്തത ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ അല്ലല്ലോ. ഇന്ന് വന്നത് സർക്കുലറിൽ ഒരു പ്രശ്നം വന്നത് ബഡ്ഡി കസ്റ്റമേഴ്സ് ആണ് എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അത് ബാങ്കിന്റെ ഭാഗത്ത് നിന്നാണ് ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഞങ്ങളുടെ ജോലിയല്ല. ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ ശമ്പളം വാങ്ങുമ്പോൾ തെറ്റായ
ജോലികൾ ചെയ്യാതെ ക്ലാരിറ്റിയോടുകൂടി സർക്കുലർ ഇറക്കേണ്ട അവരുടെ ചോദ്യമാണ്. അത് അവർ മറുപടി പറയേണ്ടി വരും. ശരി, അതിന് അവർ മറുപടി പറയേണ്ടി വരും എന്ന ഉത്തരം തൃപ്തികരമാണ്. അതിന് അവർ മറുപടി പറഞ്ഞാൽ മതി. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ മാത്യു കുഴൽനാടൻ, ഇത് ആസൂത്രിതമായി ഉണ്ടാക്കിയ അവ്യക്തതയാണോ അതോ SBI ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അത് മനസ്സിലാകാതെ പോയതാണോ? എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അഭിലാഷ്, സത്യത്തില് എനിക്ക് ഇങ്ങനത്തെ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ തന്നെ ഒരു പ്രയാസം തോന്നുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇത് നമ്മളെല്ലാവരും ഇംഗ്ലീഷ് വായിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ളവരാണ്. എന്ത് തന്നെ പറഞ്ഞാലും SBI പോലെ ഒരു ബാങ്ക് ഇത്രയും സുപ്രധാനമായ ഒരു തീരുമാനം റിലീസ് ചെയ്യുമ്പോൾ അതിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ വിട്ടുപോയതാണ് എന്നൊക്കെയുള്ള എക്സ്പ്ലനേഷൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇരുന്ന് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി തർക്കിക്കുമ്പോൾ ഐ കാൻ ഹെൽപ്പ് ഇറ്റ്. ഞാൻ അങ്ങനത്തെ ഒരു ആർഗ്യുമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. മറിച്ച് ദിസ് ഷോസ് ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രോച്ച്. അതായത് മാറി വരുന്ന നമ്മുടെ രാജ്യത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അപ്രോച്ചിന്റെ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിന്റെ ഒരു ഒരു സിംറ്റമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇതിനായിട്ട് ഇതിനെ എനിക്ക് കാണാൻ കഴിയൂ. ഞാൻ 100% വിശ്വസിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഇന്ന് ഇഷ്യൂ ചെയ്ത സർക്കുലർ വളരെ എത്ര ലെവലിൽ വെറ്റി ഇത് വരുന്ന സർക്കുലർ ആണെന്നറിയാം. ആരെങ്കിലും നമ്മുടെ നാട്ടിൽ വില്ലേജ് ഓഫീസർ ഏതെങ്കിലും കടലാസ് ഒപ്പിടും പോലെ അല്ല ബാങ്കിന്റെ ഇതുപോലുള്ള നയതീരുമാനങ്ങളുടെ സർക്കുലർ വരുന്നത്. ഇറ്റ് മൈറ്റ് ഹാവ് ഗോൺ ഈവൻ അപ് ടു ദ ബോർഡ്. ഐ ബിലീവ് സോ. ഒരുപക്ഷെ അതുവരെ പോയിട്ട് ഇറങ്ങുന്ന സർക്കുലർ ആണ്. അതിന്റെ അകത്താണ് നിങ്ങൾ പറയുന്നത് ക്ലാരിഫിക്കേഷൻ കുറവാണ്. നോ, ദ ഇന്റൻഷൻ വാസ് സോ ക്ലിയർ. പക്ഷെ അതിനോട് ഉണ്ടായ റെസ്പോൺസ് അവരുടെ കസ്റ്റമർ ബേസിനെ അഫക്ട് ചെയ്യുമോ എന്ന് തോന്നിയോ, അല്ലാണ്ട് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ കൊണ്ടും കൂടിയല്ല. ശരി, അങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്. കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ് ഇങ്ങനൊരു പിന്മടക്കമെന്നാണ് താങ്കൾ അതിനെ വിശദീകരിക്കുക. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താൻ തുടരുക. ശ്രീ എൻ ഷംസീർ, ഇക്കാര്യത്തിൽ നോക്കൂ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അത് ലോകത്തെ തന്നെ 45ാമത്തെ ബാങ്കാണ്. 37 ലക്ഷം കോടി ആസ്തിയുള്ള ബാങ്കാണ്. അത് കൂടുതൽ ഉത്തരവാദിത്വമുള്ള ഒരു പൊതുമേഖലാ ബാങ്കാണല്ലോ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഭവന വായ്പ കൊടുക്കുന്ന ബാങ്ക് കൂടിയാണ്. നമ്മൾ ന്യൂ ജനറേഷൻ ബാങ്കുകളെ താരതമ്യം ചെയ്താൽ, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ആ സമീപനമുള്ള ബാങ്കുകളെ താരതമ്യം ചെയ്താൽ അത്ര വലിയ ഭാരം ഉപഭോക്താവിന് അടിച്ചേൽപ്പിക്കാത്ത ബാങ്കാണ്. അപ്പോൾ ഈ ബാങ്കിൻ്റെ ഉപഭോക്താക്കളെയെല്ലാം മറ്റ് ബാങ്കുകളുടെ ഉപഭോക്താക്കളാക്കി മാറ്റാൻ, അവരെ അങ്ങോട്ടേക്ക് നയിക്കാൻ ഒരു മിസ്ഇൻഫോർമേഷൻ ക്യാമ്പയിൻ ഉണ്ടായാൽ അതിനും കൂട്ടുനിൽക്കാൻ പാടില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറയാം. ഈ ഇന്ത്യയിലെ നാഷണലൈസ്ഡ് ബാങ്കുകൾ ഉൾപ്പെടെ പ്രൈവറ്റൈസ് ചെയ്യാനുള്ള നീക്കത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഇതൊരു ഒരു തുടക്കം മാത്രമാണ്, സ്റ്റാർട്ടിംഗ് ആണ്. മെല്ലെ 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 ഇന്ത്യയിലെ നാഷണലൈസ്ഡ് ബാങ്കുകൾ ഉൾപ്പെടെ പ്രൈവറ്റൈസ് ചെയ്യപ്പെടും. ആ കാലം വിദൂരമല്ല. കാരണം BJPക്ക് ഒരു പോളിസി ഉണ്ട്, നിയോ ലിബറൽ പോളിസിയാണ്, ക്രോണിക് ക്യാപിറ്റലിസമാണ്. മറുഭാഗത്ത് മാത്യു കുഴൽനാടൻ ചർച്ചയിൽ പങ്കെടുത്തിപ്പോൾ രാജേഷിനൊക്കെ വിമർശിച്ചു. രണ്ടുപേർക്കും വിമർശിക്കാൻ ഒരു അവകാശമില്ല. രണ്ടുപേരും ഒരു സൈഡ്, രണ്ട് കോയിൻ മാത്രമാണ്. നിങ്ങൾ നോക്കണം, ഈ പറയുന്ന BJP കോൺഗ്രസിന്റെ കാലത്ത് എത്ര റവന്യൂ ഫോർഗോൺ നമ്മൾ കണ്ടു. ഏതാണ്ട് 1.14 lakh crore ഇവർ തള്ളിക്കൊടുത്തു. റവന്യൂ ഫോർഗോൺ എന്നാ പറയുക. ഇപ്പം ഇവരും തള്ളിക്കൊടുക്കുന്നു. ബിഗ് ഷോട്ട്സിന്റെ ലോണുകൾ തള്ളിക്കൊടുക്കുന്നു. അതിന് ഇവർ ഇട്ടിരിക്കുന്ന ഒരു പേര് ഓക്ക അക്കൗണ്ട്സ് എന്നാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ജെയ്റ്റ്ലി തള്ളിക്കൊടുത്ത് പറഞ്ഞു, അഡ്വാൻസ് അണ്ടർ കളക്ഷൻ അക്കൗണ്ട് ഓക്ക. ഞങ്ങൾ തള്ളിയ കിട്ടാക്കടമായി തള്ളിയവരുടെ ലോണ് ഞങ്ങൾ മെല്ലെ മെല്ലെ പിടിച്ചെടുക്കുന്നതാണ്. എവിടെ തള്ളിയ ലോണ് പിടിച്ചെടുക്കാൻ പറ്റാനാ? ഏറ്റവും ഒടുവിൽ വിപിൻ മേത്തയുടെ 6000 കോടിയോളം തള്ളിക്കൊടുത്തു. ഇവിടെ 9000 കോടി രൂപ മല്ലിയുടെ ഒക്കെ നിൽക്കുകയാണ്. അഡാനി, അംബാനി ഇവർക്ക് തള്ളിക്കൊടുക്കുന്നു. റവന്യൂ ഫോർഗോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ബിഗ് ഷോട്ട്സ് അല്ലെങ്കിൽ ബിഗ് കോർപ്പറേറ്റ്സിന്റെ പണം ഓരോ ദിവസവും കടം തള്ളിക്കൊടുക്കുകയാണ്. അഡാനിക്ക് 6000 കോടി രൂപ ഖനി തുടങ്ങാൻ ഓസ്ട്രേലിയയിൽ കൊടുക്കാൻ തീരുമാനിച്ച ബാങ്കായിരുന്നു SBI. ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണക്കാരൻ ബാങ്കിൽ പോയാൽ ലോൺ കിട്ടില്ല. എന്തൊക്കെ സാങ്കേതികത്വം പറയും. ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നമ്മുടെ ഒരു സഖാവ് പറഞ്ഞു, എൻ്റെ ഒരു വീട് വെക്കാൻ വേണ്ടി ലോൺ ചോദിച്ചാൽ പറഞ്ഞു 40,000 രൂപ എനിക്ക് വരുമാനമില്ല, അവിടെ തരില്ല എന്നുള്ളതാണ്. അതേസമയം ഈ കോർപ്പറേറ്റ്സിന് വേണ്ടി ഇളവുകൾ ചെയ്തു കൊടുക്കാൻ ഇവർക്ക് മടിയില്ല. ഇവിടെ സ്ലാബ് സിസ്റ്റം, ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്കകത്ത് 3 ടയർ സിസ്റ്റം ആണല്ലോ. ബാങ്കിനകത്ത് ഇവിടെ കാണിക്കപ്പെടുന്നത് 3 ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ് ആണ്. ഒന്ന് റൂറൽ, 2 സെമി അർബൻ, അർബൻ, അതുപോലെ തന്നെ മെട്രോ. ഇവർ പറയുന്നത് മിനിമം അക്കൗണ്ട് ഉണ്ടാവണം എന്നാണ്, മിനിമം ബാലൻസ് ഉണ്ടാവണം എന്നുള്ളതാണ്. മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ അക്കൗണ്ട് പൈസ ഈടാക്കും. ഡെപ്പോസിറ്റിന് പോലും പൈസ ഈടാക്കുകയാണ്. നിങ്ങളിപ്പോൾ പോയിട്ട് ഒരു ബാങ്കിനകത്ത് പൈസ നിക്ഷേപിക്കാൻ തീരുമാനിച്ചാൽ അതിനും കാശ് ഈടാക്കാണ്, സർവീസ് ചാർജ്. ഇതെന്ത് ക്രൂരതയാണ് ഈ രാജ്യത്ത് ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്ലാബ് സിസ്റ്റം ഏർപ്പെടുത്തി നിങ്ങൾ 25,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന് 67 രൂപ ടാക്സ് കൊടുക്കണം. 25,000 രൂപ കൊടുത്താൽ അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ സ്ലാബ് സിസ്റ്റമാണ്.
ഒരു രാജ്യത്തെ പൗരന് ഒരു അക്കൗണ്ടിനകത്ത് പണം നിക്ഷേപിക്കണമെങ്കിൽ പോലും കാശ് കൊടുക്കേണ്ട ഗതികളിലേക്ക് നാടെത്തി എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്ക് ഈ രാജ്യത്തെ ശരി, അത് തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ട ഒരു ചോദ്യമാണ്. ശ്രീ വി വി രാജേഷ്, ഇതിപ്പോ നമ്മൾ ATM വിഡ്രോവലിന്റെ സർവീസ് ചാർജുകളെ കുറിച്ച് മാത്രം സംസാരിക്കേണ്ട. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കൂടുതൽ മേഖലകളിൽ സർവീസ് ചാർജ് വരികയാണ്. ഇപ്പോൾ 25,000 രൂപ വരെ അക്കൗണ്ടിൽ പണമുള്ള ആളുകൾ ചെക്ക് വഴി 2 തവണയിൽ കൂടുതൽ പണം പിൻവലിക്കാൻ ശ്രമിച്ചാൽ മൂന്നാമത്തെ ചെക്കിന് 50 രൂപ കൊടുക്കണം. ഇങ്ങനെ മിനിമം ബാലൻസിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഗ്രാമങ്ങളിൽ 1000 രൂപ, അർദ്ധനഗരങ്ങളിൽ 2000 രൂപ, വലിയ നഗരങ്ങളിൽ 3000 രൂപ എന്നുള്ള നിലയ്ക്ക് മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ അതിന് പിഴ കൊടുക്കണം. എന്തിന് ഈ അക്കൗണ്ട് ഒന്ന് അടച്ചുപൂട്ടണം എന്ന് വിചാരിച്ചാൽ അതിനും ചാർജ് കൊടുക്കണം എന്ന അവസ്ഥ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇങ്ങനെ ജനങ്ങളെ പിഴിയേണ്ടി വരുന്നത് എന്താണ് എന്നതിൻ്റെ ഉത്തരവും നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇവരുടെ നിഷ്ക്രിയ ആസ്തി പെരുകയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലാഭം കുറയുകയാണ്. തേർഡ് ക്വാർട്ടറിൽ 35% ലാഭത്തിൻ്റെ കുറവുണ്ടായി. 2538 കോടിയായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലാഭം കുറഞ്ഞിട്ടുണ്ട്. കോർപ്പറേറ്റുകളാണ് ഈ നിഷ്ക്രിയ ആസ്തി വരുത്തിയതിൽ നമുക്കതിൻ്റെ കണക്കെടുത്താൽ, അങ്ങനെ ഒരു കണക്ക് ലഭ്യമല്ല എങ്കിൽ പോലും ഉറപ്പായിട്ടും അതെ, കോർപ്പറേറ്റുകൾക്ക് കൊടുത്ത ലോണാണ് തിരിച്ചടയ്ക്കാതെ നിഷ്ക്രിയ ആസ്തിയായി മാറിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഭാരം ഈ സാധാരണ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ പാവങ്ങളെ പിഴിയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതിൻ്റെ ഉത്തരം വളരെ കൃത്യമാണ്. അതിപ്പോൾ ബാങ്കിങ് മേഖലയിലുള്ള ആളുകൾ മാത്രം മറുപടി പറയേണ്ട കാര്യവുമല്ല, സർക്കാരും കൂടി പറയണം. അഭിലാഷേ, ഇതിൽ ഞാൻ വളരെ സ്വസ്ഥമായിട്ട് മറുപടി തരാം. അഭിലാഷ് പറഞ്ഞതുപോലെ അത്രയും വൈകാരികമായിട്ടൊന്നും ഇവിടെ സംസാരിക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല. കാരണം ഇവിടെ ഗവൺമെൻറ് വളരെ വ്യക്തതയോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ആദ്യം മിനിമം ബാലൻസിൻ്റെ കാര്യം എടുക്കാം. ഈ മിനിമം ബാലൻസ് എന്ന് പറയുന്ന സിസ്റ്റം ഇന്ത്യയിൽ തുടങ്ങിയത് ഈ ഗവൺമെൻറ് വന്നിട്ടാണോ? ഇന്ത്യയിൽ ബാങ്കുകൾ ആരംഭിച്ച കാലം മുതൽ തന്നെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് വേണം എന്നുള്ള നിബന്ധന ഉണ്ടായിരുന്നു. ചില ബാങ്കുകൾ ചില കാലഘട്ടങ്ങളിൽ അത് മരവിപ്പിച്ചിരുന്നു. എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അബ്സല്യൂട്ട് ഫ്രീഡം ഉണ്ട്. ബാങ്കുകളിൽ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനും ബാങ്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനും സമയാസമയങ്ങൾ തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണോ ബാങ്കുകൾ മിനിമം ബാലൻസ് വേണമെന്ന നിയമം കൊണ്ടുവന്നത്? അത് ബാങ്കിങ് ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള കാര്യമാണ്. വേറൊന്ന് കിട്ടാക്കടത്തിൻ്റെ കാര്യം. ഈ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന കിട്ടാക്കടം എങ്ങനെ കിട്ടാക്കടകമായി? ലോൺ കൊടുത്തവരിൽ നിന്നും ആവശ്യമായ സെക്യൂരിറ്റി വാങ്ങിയില്ല. ഈ ഗവൺമെൻറ് വന്നിട്ട് കൊടുത്ത ലോണല്ല മല്യയ്ക്ക്. ഷംസീറിൻ്റെ പാർട്ടി ഉൾപ്പെടെ മൻമോഹൻ സിംഗിനെ പിന്തുണച്ചിരുന്നപ്പോൾ കഴിഞ്ഞ 10-15 വർഷമായി കോൺഗ്രസ് ഗവൺമെൻറ് ഭരിച്ചിരുന്ന 10 കൊല്ലം കൊടുത്ത ലോണിൽ നിന്നും കിട്ടാക്കടമാണ്. അന്ന് നേതാക്കന്മാരെയും മന്ത്രിമാരെയും ഈ CPM-ൻ്റെ ഉൾപ്പെടെ നേതാക്കന്മാരെ സ്വാധീനിച്ചിട്ട് ആവശ്യമായ സെക്യൂരിറ്റി ഫർണിഷ് ചെയ്യാതെ 1000 കണക്കിന് കോടി രൂപ നിങ്ങൾ കടം കൊടുത്തു. ഇപ്പോൾ അത് NBI മാറിയപ്പോൾ റിക്കവർ ചെയ്യാൻ ചെന്നപ്പോഴേക്കും അവർക്ക് പ്രോപ്പർട്ടി ഇല്ല. മല്യയ്ക്ക് പണം കണക്ക് കൊടുത്താരാ? ഞങ്ങളുടെ ഗവൺമെൻറ് ആണോ അത് കൊടുത്തത്? UPA ഗവൺമെൻറ്. ആ UPA ഗവൺമെൻറ്റിനെ പിന്തുണച്ചിരുന്ന പാർട്ടി CPM. എന്നിട്ട് ആ കിട്ടാക്കടം തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് ഈ ഗവൺമെൻറ് നടത്തുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് കുറ്റപ്പെടുത്തുന്നു. വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ബാങ്കുകൾ ഇത് ഈടാക്കുന്നത് ATM-ന് ഒരു ചെറിയ എമൗണ്ട് ഈടാക്കുന്നുണ്ട്. ഒരു ATM കൗണ്ടർ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ എത്ര രൂപ വേണം? അല്ല, അതൊക്കെ ഈ ജനങ്ങളുടെ ചെലവിൽ വേണോ എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ അതിലേക്ക് മടങ്ങിവരാം. ശ്രീ ഷംസീർ, ഞാൻ അങ്ങേക്ക് മറുപടി പറയാനുള്ള അവസരവും തരാം ഒരു നിമിഷം. ശ്രീ നരേന്ദ്രൻ, യഥാർത്ഥത്തിൽ ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണോ വിഷയം? ഒന്ന്, കിട്ടാക്കടം പെരുകുന്നു. 6.7 ലക്ഷം കോടി NBA ആയിരിക്കുന്നു. റീസ്ട്രക്ചേർഡ് ലോൺസും കൂടെ കൂട്ടിയാൽ അത് 12 ലക്ഷം കോടിയാകും. അതായത് ആകെ വായ്പയുടെ 14% നിഷ്ക്രിയ ആസ്തി വരുന്ന സാഹചര്യം. ഇങ്ങനെയൊക്കെ ബാങ്കിങ് മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഈ കിട്ടാക്കടമൊന്നും പിരിച്ചെടുക്കാനൊട്ട് കഴിയുന്നുമില്ല. അതേസമയം മുന്നോട്ട് പോകുകയും വേണം ലാഭം കുറയുന്ന സാഹചര്യത്തിൽ എന്ന ഘട്ടം വരുമ്പോൾ എന്നാൽ പിന്നെ സാധാരണക്കാരായ ബാങ്കിങ് ഉപഭോക്താക്കളുടെ മേൽ ഇരിക്കട്ടെ എന്ന് വെക്കുന്നതാണോ ഇത്? ബാങ്കിങ്ങിൻ്റെ ഘടനയും അതിൻ്റെ പൊളിച്ചെഴുത്തുമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ ആളുകളെ ബാങ്കിൽ നിന്നും അകറ്റുക തന്നെയാണ് നവലിബറൽ നയങ്ങളിലൂടെ 25 വർഷമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ 3 വർഷക്കാലമായി നവലിബറൽ നയങ്ങൾ കൂടുതൽ ക്ലൈമാക്സിൽ കയറി എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അഭിലാഷ് പറഞ്ഞതാണ് കൃത്യമായ കാര്യം. ബാങ്കുകളിൽ കുമിഞ്ഞുകൂടിയ കിട്ടാക്കടം, ആ കിട്ടാക്കടത്തിനെ പരിഹരിക്കാൻ പര്യാപ്തമായ യാതൊരു നടപടികളും, രാജേഷിന് വിഷമം വന്നാലും കൊള്ളാം, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായ യാതൊരു സമീപനവുമില്ല. ഞാൻ ഒരൊറ്റ കണക്ക് കാര്യം പറയാം. കഴിഞ്ഞ വർഷം 2016 മാർച്ചിൽ
ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളും പ്രവർത്തന ലാഭത്തിലാണ് നിലനിൽക്കുന്നത്. ആ പ്രവർത്തന ലാഭത്തിൽ നിന്ന് കിട്ടാക്കടങ്ങൾക്കായി പ്രൊവിഷൻ മാറ്റിവെക്കുമ്പോൾ മാത്രമാണ് ബാങ്കുകൾ നഷ്ടത്തിലേക്ക് വരുന്നത്. വളരെ ഔപചാരികമായ ഒരു കണക്ക് വച്ച് പറയുന്നത് 38 ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഏതാണ്ട് 6.5 ലക്ഷം കോടി രൂപ കിട്ടാക്കടമായി ഇന്ത്യയിലെ ബാങ്കിംഗ് വ്യവസ്ഥയിൽ നിന്നും അപഹരിച്ചു കൊണ്ടുപോയ പോലെ ചെയ്തിട്ടുണ്ട്. ഇത് ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് CPM പിന്താങ്ങിയതുകൊണ്ടാണ് എന്ന തരത്തിലേക്ക് ഈ വിഷയത്തിനെ വഴിതിരിച്ചു വിടുന്നത് വഴി ഈ വിഷയത്തിൻ്റെ കൃത്യത പരിശോധിക്കുന്നതിൽ നിന്നാണ് തെന്നി മാറിപ്പോകുന്നത്. അത് വസ്തുതാപരമല്ല. യഥാർത്ഥത്തിൽ എന്താ, 25 കൊല്ലക്കാലമായി നടപ്പിലാക്കി വരുന്ന നയങ്ങൾ ക്ലൈമാക്സിലെത്തിക്കഴിഞ്ഞപ്പോൾ ബാങ്കുകൾ തന്നെ തകർന്നില്ലാതാകുന്ന സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്ന ഗതി രാജ്യത്തിൻ്റെ മുഴുവൻ ജനങ്ങൾക്കും അത്യാഹിതം ഉണ്ടാക്കുന്നതിന് സമാനമാണ്. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന്റെ വരമ്പുകൾ മാറ്റിവെച്ച് വസ്തുതകളിലേക്ക് കടക്കുമ്പോൾ UPA സർക്കാരും NDA സർക്കാരും എന്തുകൊണ്ട് അധികം ഇങ്ങനെ സർവീസ് ചാർജ് ജനങ്ങൾക്ക് അടിച്ചേൽപ്പിക്കേണ്ടി വരുന്നു എന്നുള്ള ചോദ്യം നമുക്കൊന്നുകൂടി ചർച്ച ചെയ്യാം. അതിനു മുൻപ് ശ്രീ VK ആദർശ്, ഈ സർക്കാർ ഡിമോണിറ്റൈസേഷന് ശേഷം ലെസ് ക്യാഷ് എക്കോണമിയെ കുറിച്ച് വാചാലരായല്ലോ. ആളുകൾ നേരിട്ട് പണം എന്ന രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നതിന് പകരം ഡിജിറ്റൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നയസമീപനവും സ്വീകരിച്ചു. SBIയുടെ ഇതേ സർക്കുലറിൽ പറയുന്ന ചാർജസ് നോക്കൂ. ഫണ്ട് ട്രാൻസ്ഫർ ചാർജസ് ത്രൂ ഇന്റർനെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ്, UPI, USSD അപ് ടു 1 lakh 5 രൂപ പ്ലസ് സർവീസ് ടാക്സ്. 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിൽ 15 രൂപ പ്ലസ് സർവീസ് ടാക്സ്. 2 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിൽ 25 രൂപ പ്ലസ് സർവീസ് ടാക്സ്. നോക്കൂ, ലെസ് ക്യാഷ് എക്കോണമി എന്ന് പറയുമ്പോൾ അതിനും ഈ ഉപഭോക്താവ് പണം മുടക്കണം എന്ന് പറയുന്നതിൻ്റെ ന്യായവും യുക്തിയും എന്താണ്? പറഞ്ഞുതരാം യുക്തി എന്താണ്. ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിന് ഒരു ബിസിനസ് എൻറ്റിറ്റിയാണ് ബാങ്ക്. ബാങ്കിന് 2 തരത്തിലുള്ള വരുമാനമാണ് മുഖ്യമായിട്ടുള്ളത്. ഒന്ന് ഇൻട്രസ്റ്റ് ഇൻകം, 2 നോൺ ഇൻട്രസ്റ്റ് ഇൻകം. നിങ്ങൾ ഇതൊക്കെ പറയുന്ന രീതിയിൽ SBI കിട്ടാക്കടമൊക്കെ പെരുകി SBI ആകെ ധനസ്ഥിതി മോശമായിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഡിമോണിറ്റൈസേഷന് ശേഷം തന്നെ SBI 2-3 പ്രാവശ്യം പലിശ കുറച്ച കാരണം എന്താണ്? ഇപ്പൊ രാജ്യത്ത് ഏറ്റവും കുറവ് അത് ബിസിനസ് സൈസ് എഗ്രി 25 ലക്ഷം കോടി കൂടുതൽ ബിസിനസ് ഉണ്ട്. മറ്റെല്ലാ പൊതുമേഖലാ ബാങ്കുകൾക്ക് 5 ലക്ഷം 6 ലക്ഷം കോടി ബിസിനസ്സേ ഉള്ളൂ. അത് ഞാൻ സമ്മതിക്കുന്നു. അത്രയും വലിയ ബാങ്ക് അത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഈ ഭവന വായ്പയുടെയും ഈ പറയുന്ന സാധാരണ ഭവന വായ്പയൊക്കെ ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് കുറവ് കിട്ടുമല്ലോ, ഇതെല്ലാ വായ്പയ്ക്കും ബാധകമാണ്. ഇനി നിങ്ങളുടെ NBA കണക്കെടുത്തിലേക്ക് വരാം. ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് SBIയുടെ 2015-16 ഡേറ്റ അനുസരിച്ച് ലാർജ് കോർപ്പറേറ്റ് NPA 20,696 കോടിയാണ്. MSME NPA 17,032 കോടിയാണ്. ആരാണ് കണ്ണടച്ചിട്ടാക്കുന്നത്? MSME എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും ചെറുകിട ഇടത്തരം വ്യവസായങ്ങളാണ്. നമ്മുടെ NPA എന്ന് പറയുന്നത് ഒരു ബാങ്കിന് കൊടുക്കുന്ന വായ്പ കൊടുക്കാൻ നേരത്തെ തന്നെ റിസർവ് ബാങ്കിന്റെ പല നിയന്ത്രണങ്ങളുണ്ട്. ഉള്ള വായ്പ എല്ലാം കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതിനകത്ത് റീറ്റെയിൽ വായ്പ, അതായത് ഹോം ലോൺ, വെഹിക്കിൾ ലോൺ, എഡ്യൂക്കേഷൻ ലോൺ വരുന്ന റീറ്റെയിൽ വായ്പ, അഗ്രി വായ്പ, വ്യവസായ വായ്പ, ചെറുകിട വ്യവസായ വായ്പ, ഇത്തരത്തിലൊരു മിശ്രിതമുണ്ട്. ആ NBAയിലും ഇതേ മിശ്രിതം ഇതേപോലെ പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത്. ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് 500 കോടി കൂടുതൽ വായ്പ എടുത്ത്, അതാണല്ലോ നമ്മൾ ലാർജ് കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. മൊത്തം NBAയുടെ ജസ്റ്റ് 10% താഴെയാണ്. അവിടെയാണ് നമ്മൾ പൊതുബോധം ഉണ്ടാക്കാൻ നമ്മൾ ആഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. NBA എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് NBA മാത്രമാണ്. സാധാരണ ഒരു എക്കണോമിക് ഉണ്ടാകുന്നത്. നമ്മൾ ഇന്ത്യയിലെ NBA ഇത്രയും കൂടുന്നെന്ന് പറയുന്നു. നമ്മൾ ഈ ബ്രിക്സ് കൺട്രീസിനെ മൊത്തം എടുത്ത് നോക്കുക. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഇത്രയും കൺട്രി എടുത്ത് നോക്കുക. ഇവിടെ എല്ലാ ബാങ്കുകളും അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഇത് എക്കണോമിയിൽ വരുന്ന ആഘാതം അതിനനുസരിച്ച് തന്നെ അതേപോലെ തന്നെ ഈ എക്കണോമിയിൽ കാര്യമായി ഇടപെടുന്ന ബാങ്കുകൾ പ്രതിഫലിക്കും. നമുക്കെന്നറിയാം, 2008 ക്രൈസിസിന് ശേഷം ആകമാനം ഉണ്ടായ ക്രൈസിസ്, അതിനുശേഷമാണ് NBAയുടെ റൈസ് പതുക്കെ കൂടി വരുന്നത്. അത് സ്വാഭാവികമാണ്. അത് എക്കണോമി ശക്തി അറിയുന്നതനുസരിച്ച് NBA മാറുകയും സ്വാഭാവികമായിട്ട് സ്റ്റാൻഡേർഡ് അസറ്റായി മാറുകയും ചെയ്യും. ഇനി നേരത്തെ ഡിമോണിറ്റൈസേഷന്റെ ചോദ്യത്തിലേക്ക് വരാം. ഒരു ചാർജ് എനിക്കൊരു ഇടപാട് നടത്താൻ പറ്റിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നിങ്ങൾ ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇതൊന്നും ഇല്ലാന്ന് വിചാരിക്കുക. ഈ ഇലക്ട്രോണിക് മണി എവിടെ ഇല്ല. നിങ്ങൾ കുറഞ്ഞത് പൊതു ഗതാഗതം ഉപയോഗിച്ച് ബസ്സിൽ കയറി നിങ്ങൾ നേരെ ബ്രാഞ്ചിൽ പോയി തിരിച്ചു വരാൻ നേരത്ത് മിനിമം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടു ആൻഡ് ഫ്രോ ചാർജ് കൊടുക്കണ്ടേ? ആ ഒരു ചെറിയ കോസ്റ്റ് ഇവിടെ ഉണ്ട്. കാരണം ഇത് പരമ്പരാഗത ബാങ്കിങ്ങോട്ട് വെച്ച് നോക്കുമ്പോൾ പുതിയ ബാങ്കിങ്ങിന് കാര്യമായ തോതിൽ തന്നെ പണം ചെലവാകുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം, അതിന്റെ ഒരു ചെറിയ അംശമാണ് വീതിക്കപ്പെടുന്നത്. ഇവിടെ ഇതിങ്ങനെ കൂട്ടിയില്ലെങ്കിൽ, അഭിലാഷ് അതും കൂടെ പറഞ്ഞിരിക്കട്ടെ, ഇതിങ്ങനെ കൂട്ടിയില്ലെങ്കിൽ എന്തായാലും കോസ്റ്റ് ഉണ്ടല്ലോ. ഈ കോസ്റ്റ് ആരുടെ പുറത്താ പോകുന്നത്? ഈ കാർഷിക വായ്പയുടെ പുറത്തും, ഈ MSME ചെറുകിട വ്യവസായ വായ്പയുടെ പുറത്തും, ഈ പറയുന്ന മുദ്ര വായ്പയുടെ പുറത്തും, ഈ പറയുന്ന ഭവന വായ്പയുടെ പുറത്തുമാണ് വരുന്നത്. നിങ്ങളൊരു കാര്യം കാണേണ്ടത്, SBI ഘട്ടം ഘട്ടമായി, എനിക്ക് തോന്നുന്നത് 5 വർഷം മുമ്പേ 12% 11% ആയിരുന്ന പലിശ എന്ന് പറയുന്നത് ഇന്ന് 8.5 എത്തി. പലിശ ഭാരം കൃത്യമായി കുറഞ്ഞു. ഒരു 20 ലക്ഷം 25 ലക്ഷം രൂപ വായ്പ എടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം മാസം 2,000-2,500 രൂപ ലാഭമുണ്ട്.
ഇതെന്താ നിങ്ങൾ കാണാതെ പോകുന്നത്? ശരി, അതാണ് ചോദ്യം. ശ്രീ മാത്യു കുഴൽനാടൻ ഇവിടെ ശരിയായി സൂചിപ്പിച്ചതുപോലെ 8.35% വായ്പ കൊടുക്കുന്ന ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ രാജ്യത്ത് വായ്പ കൊടുക്കുന്ന ബാങ്കാണ്. അപ്പോൾ ആ ബാങ്കിന് നിലനിൽക്കണമല്ലോ. ഒരു തരത്തിലുള്ള സർവീസ് ടാക്സും ഒരു തരത്തിലുള്ള സർവീസ് ചാർജും ഈടാക്കാതെ ബാങ്ക് പ്രവർത്തിക്കണം എന്ന് പറയുന്നതിന് യുക്തിയുണ്ടോ? എന്ന് മാത്രമല്ല, ഈ നമ്മളെ സംബന്ധിച്ച്, ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഈ ബാങ്കിങ് മേഖലയിലൂടെ അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖലയിലൂടെ പോകുമ്പോൾ ഉള്ള ലാഭവും നഷ്ടവും കണക്കിലെടുത്താൽ തന്നെ ഒരു റെയിൽവേ ടിക്കറ്റ് എടുക്കാൻ ഓട്ടോറിക്ഷ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ ക്യൂ നിന്ന് നമ്മൾ വീണ്ടും തിരിച്ച് ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിലെത്താൻ ആകുന്ന അത്രയും ചിലവ് IRCTC വഴി ബുക്ക് ചെയ്യുമ്പോൾ ഉള്ള സർവീസ് ചാർജിന് ഇല്ലല്ലോ. അല്ല, ആ വാദം അതേപടി അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പൊ എല്ലാവരും ബസ് കയറി പോയി എല്ലാ തവണയും ഓരോ തവണയും ബാങ്കിൽ നിന്നും ക്യാഷ് എടുക്കുന്നു എന്ന കോൺസെപ്റ്റ് വേണ്ട. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സാധാരണക്കാരായ ആളുകൾ അല്ലെങ്കിൽ പാവപ്പെട്ടവരൊക്കെ അവർക്ക് ഇങ്ങനെ വലിയ സമ്പാദ്യം ബാങ്കിൽ ഇടുന്നവരല്ല. അവരുടെയൊക്കെ ചെറിയ സമ്പാദ്യം പലപ്പോഴും അവരുടെ കയ്യിൽ വെക്കുകയും അവർ അത് ആവശ്യം വരുമ്പോൾ എടുക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. അവരെയാണ് ഡിമോണിറ്റൈസേഷൻ വഴി അവരെല്ലാം ബാങ്കിൽ എത്തിച്ചത് ആരാണ്? അവരെല്ലാം ഒരു സർക്കാരിന്റെ പോളിസി ഇന്റർവെൻഷനിലൂടെ പീപ്പിൾ വെർ ഫോഴ്സ്ഡ് ടു ഗോ ടു ദ ബാങ്ക്. ആളുകളെ ബലമായി ബാങ്കിലേക്ക് പറഞ്ഞു വിട്ടവരാണ്. നമ്മൾ ഈ സമൂഹത്തിലെ ഏറ്റവും താഴെ നമ്മുടെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിത നിലവാരം വെച്ച് നമ്മൾ കാര്യങ്ങൾ അളന്നാൽ പറ്റില്ല. ശരിയാണ്, ഒരുപക്ഷെ ഇന്നത്തെ ഒരു മിഡിൽ ക്ലാസ്സിനോ അപ്പർ മിഡിൽ ക്ലാസ്സിനോ അവരുടെ ടൈം നോക്കിയാൽ മതി. ഇപ്പൊ ബാങ്കിൽ പോയിട്ട് വരുന്ന അരമണിക്കൂർ സമയമോ 1 മണിക്കൂർ സമയമോ കൂട്ടിയാൽ ഇതിലൊക്കെ എത്രയോ വാല്യൂ ആ ടൈമിനുണ്ട്. പക്ഷെ നമ്മൾ ആ നിലയിലല്ല കാണേണ്ടത്. നമ്മൾ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള അവർ ഈ സേവനങ്ങളൊന്നും അനുഭവിച്ചിരുന്നവരല്ല. അവരെ ബാങ്കിലേക്ക് പോകാൻ ഒരു ഗവൺമെന്റ് ഇന്റർവെൻഷൻ, ഒരു പോളിസി കൊണ്ട് ഫോഴ്സ് ചെയ്ത് നിങ്ങൾ പറഞ്ഞു വിട്ടതാണ്. എന്നിട്ടാണ് അതിന്റെ പുറകെ ഈ കാര്യങ്ങൾ വരുന്നത്. അവര്, ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ എനിക്കോ ആദർശനോ അഭിലാഷ് മോഹനോ ഇത് അക്സെപ്റ്റബിൾ ആയി തോന്നിയേക്കാം. പക്ഷെ 25 രൂപ എന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയ വില കാണുന്ന കോടാനുകോടി ജനങ്ങളുള്ള രാജ്യമാണ് നമ്മുടേത്. നമ്മൾ നമ്മുടെ നിലവാരത്തിൽ മാത്രം കാര്യങ്ങൾ ചിന്തിക്കുക. ശരിയാണ്, ഒരുപക്ഷെ ആദർശ് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ്സിനോ അപ്പർ മിഡിൽ ക്ലാസ്സിനോ ഇറ്റ് മേക്സ് എ സെൻസ്, ലോജിക്കലാണ്. പക്ഷെ ഏറ്റവും പാവപ്പെട്ടവരെ സംബന്ധിച്ച് അവന്റെ കഠിനാധ്വാനം, വിയർപ്പിന്റെ പണമാണ് എടുക്കുന്നത്. ഇറ്റ് ഇസ് വെരി പെയിൻഫുൾ. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ശരി, അതാണ് താങ്കൾ അക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ AN ഷംസീർ, ഈ ബാങ്കുകളുടെ നിലനിൽപ്പ് എന്നുള്ളത് എന്തുകൊണ്ടാണ് പൊതുസമൂഹത്തിൻ്റെ ഒരു കൺസേൺ അല്ലാതെ പോകുന്നത്? കിട്ടാക്കടം എന്നുള്ളത് കുത്തകകൾ മാത്രം വരുത്തിയതാണ് എന്ന ഒരു വൈൽഡായിട്ടുള്ള നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. ഇവിടെ ആദർശ് സൂചിപ്പിച്ചതുപോലെ അതിന് കണക്കുകളുണ്ട്, അത് പലതരത്തിൽ ഉള്ളതാകാം. പക്ഷേ ഈ ബാങ്കുകൾ ഇനിയും നിലനിൽക്കണമല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ അവർ ചുമത്തുന്ന സർവീസ് ചാർജുകൾ അമിതമാണെങ്കിൽ തീർച്ചയായും പ്രതികരിക്കണം. പക്ഷേ ഒന്ന്, ചുമത്താത്ത സർവീസ് ചാർജ് ഉണ്ട് എന്ന് ആരോപിച്ച് ആ ബാങ്കിനെ ടാർഗറ്റ് ചെയ്യുക. 2, മിതമായ സർവീസ് ചാർജ് ചുമത്തിയാലും അത് തെറ്റാണെന്ന് വാദിക്കുക. ഇതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഈ രാജ്യത്ത് ഇവിടുത്തെ ഗവൺമെൻറ് കോർപ്പറേറ്റ്സിന് വേണ്ടി റവന്യൂ ഫോർഗോണ എഴുതിത്തുള്ള പൈസ എത്ര? എന്തുകൊണ്ട് കോർപ്പറേറ്റുകളെ തൊടാൻ ഇവർക്ക് പേടിയാവുന്നു? അദാനി, അംബാനി, SR ഗ്രൂപ്പ്, മിത്തൽ, ഇങ്ങനെ ഈ രാജ്യത്തെ ബിഗ് ഷോട്ട്സ് കോർപ്പറേറ്റ്സിന് അവർക്ക് വേണ്ടി ലോൺ കൊടുത്ത് ആ കാശ് കണ്ടെത്താൻ എന്താണ് ഇവർക്ക് എത്ര ഭയം? ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ചുങ്കിക്ക് പിടിച്ച് മുടിക്കുത്തിന് പിടിച്ച് പണം പിടിച്ചെടുക്കുന്ന ഇവിടുത്തെ ബാങ്കുകൾ എന്തുകൊണ്ട് ഇവരെ തൊടാൻ ധൈര്യപ്പെടുന്നില്ല? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇവരെ പിടിച്ചെടുത്ത ബാങ്കുകൾ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആയി കിടക്കുന്ന ആ ലോൺ പിടിച്ചെടുത്താൽ തന്നെ ഒരു പ്രശ്നവും ഇവിടുത്തെ ബാങ്കുകൾക്ക് ഉണ്ടാവില്ല. വളരെ പ്രോഫിറ്റബിളായി പോകുന്ന ബാങ്കാണ് ഇവിടുത്തെ പബ്ലിക് സെക്ടർ ബാങ്ക്. ആ പബ്ലിക് സെക്ടർ ബാങ്കുകൾ സംരക്ഷിക്കാനുള്ള നിലപാട് ഈ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആയി കിടക്കുന്ന ലോൺ പിരിച്ചെടുക്കാൻ മല്യാവട്ടെ ഇവിടെ ആരെല്ലാം പൈസ കൊടുക്കാനുണ്ട്, ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളല്ലേ. ഓരോ ബഡ്ജറ്റിനകത്തും മാത്യു കുഴൽനാടൻ്റെ പാർട്ടിയും അതുപോലെ രാജേഷിൻ്റെ പാർട്ടിയും ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് ഒരു കുത്ത് ഞങ്ങളെ കാരണം ഞങ്ങളാണ് അത്രയും മല്യക്ക് ലോൺ കൊടുത്തതെന്നാണ് പറഞ്ഞത്. ഞങ്ങളെ ഈ രാജ്യത്ത് ജനങ്ങൾക്കറിയാം. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും കോർപ്പറേറ്റുകളുടെ പണം വേണ്ട എന്ന് പറയാൻ ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചൊരു പാർട്ടിയാണ് CPM. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ മത്സരിച്ച ഒരാളാണ്. കോർപ്പറേറ്റ്സിൻ്റെ പണം വാങ്ങിക്കില്ല നിലപാട് സ്വീകരിച്ചവരെ ഞങ്ങൾക്ക്. അങ്ങനത്തെ ഞങ്ങൾ കോർപ്പറേറ്റുകൾക്ക് ലോൺ കൊടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആർക്ക് ബോധ്യപ്പെടാനാണിത്? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും എന്താ? നിങ്ങളുടെ പ്രധാനമന്ത്രി ഡിജിറ്റലൈസേഷനെ കുറിച്ചല്ലേ പറയുന്നത്? ഇലക്ട്രോണിക് ട്രാൻസാക്ഷനെ കുറിച്ച് പറയുന്ന നരേന്ദ്രമോദി എന്തേ ഈ രാജ്യത്തെ സാധാരണക്കാരൻ ATM-ൽ പോയി കാശെടുക്കും അവൻ്റെ മുടിക്കുത്തിന് പിടിച്ച് പൈസ പിടിക്കാൻ ശ്രമിക്കുന്നത്? അപ്പം നിങ്ങൾക്ക് ഇരട്ട മുഖമാണ്, നിങ്ങൾക്ക് ഡുവൽ സ്റ്റാൻഡാണ് ഓരോ വിഷയത്തിനകത്തും. ശരി, കോർപ്പറേറ്റ്സിനെ രാജേഷ്, ആളുകൾ അവരുടെ പണം
എല്ലാവരും ബാങ്കിലായിരുന്നില്ല സൂക്ഷിച്ചിരുന്നത്. ഈ ഡിമോണിറ്റൈസേഷൻ്റെ സമയമാകുമ്പോൾ പക്ഷേ എല്ലാ മണിയും അക്കൗണ്ടഡ് ആക്കേണ്ടി വന്നു. അത് പൊതുവെ നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് നല്ല കാര്യമാണ് പല അർത്ഥത്തിൽ. പക്ഷെ സംഭവിച്ചത് എന്താണ്? ആളുകളുടെ കയ്യിലുള്ള പണം മുഴുവൻ ഇങ്ങനെ ബാങ്കുകളിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ ആ പണത്തിന് മുകളിൽ പിടിച്ചുപറി നടത്തിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇപ്പോൾ ക്യാഷ്ലെസ് എക്കോണമിയെക്കുറിച്ചും ലെസ് ക്യാഷ് എക്കോണമിയെക്കുറിച്ചും ഒക്കെ പറയുന്ന ആളുകൾ അതിൻ്റെ ഒക്കെ ഭാരം ഈ പാവപ്പെട്ട മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൽ നിന്ന് കൊടുത്തുകൊള്ളണം എന്നുകൂടി വാശി പിടിക്കുകയാണ്. ഒരു സാധാരണക്കാരന് 100 രൂപ കൊടുത്ത് അവൻ്റെ ഒരു സാധനം വാങ്ങുമ്പോൾ ഇല്ലാത്ത ഭാരം നിങ്ങളുടെ ഈ ക്യാഷ്ലെസ് വേയിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ലെസ് ക്യാഷ് വേയിലൂടെ പോകുമ്പോൾ കൊടുക്കണം. അതെന്തിന്? അഭിലാഷേ, ഈ BJP നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് ഈ രാജ്യത്തിൻ്റെ ഭരണത്തിൽ നിന്ന് മാറിയാലും രാജ്യത്ത് ബാങ്കുകൾ നിലനിൽക്കണം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 50 ബാങ്കുകൾ എടുത്താൽ അതിൽ ഒന്നായി നമ്മുടെ SBI മാറിയിരിക്കുകയാണ്. ഇത് നിലനിൽക്കണമല്ലോ. അതുകൊണ്ട് സ്ഥാപനത്തിനെ തകർക്കുന്ന ചർച്ചകൾ നടത്തരുത്. നരേന്ദ്രമോദി ഇവിടെ വന്ന് മുടിക്കുത്തിനെ പിടിച്ച് വാങ്ങിക്കുന്നു, താങ്കൾ പറയുന്നു പിടിച്ചു പറിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ എങ്ങോട്ടായി ചർച്ച കൊണ്ടുപോകുന്നത്? ഏതു കാര്യത്തിനാണ് അത് ചെയ്യുന്നത്? ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുൻപും ഇവിടെ ഉണ്ടായിരുന്ന നിയമം കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ട കാര്യങ്ങൾ പരിഷ്കരിച്ചു പോകുന്നു. ഒരു കാര്യം, RBI ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ഓരോ ദിവസവും RBIയുടെ പോളിസിയിൽ ഗവൺമെൻറ് ഇടപെടാറില്ല. പക്ഷേ എക്സോർബിറ്റൻ്റ് ആയിട്ടൊരു കാര്യം RBI ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഇടപെടേണ്ട സമയങ്ങളിൽ ഇടപെടുന്നു. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞു സാധാരണക്കാരെ ബാങ്കിങ്ങിൽ നിന്നും അകറ്റുവാനുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നത്. ചില സ്ഥിരം ഷംസീറൊക്കെ ഉപയോഗിക്കുന്ന ചില പദങ്ങളൊക്കെ അവർ ഉപയോഗിച്ചു. ഞാൻ ആ പദങ്ങളൊന്നും പറയുന്നില്ല, സ്ഥിരം മാർസിച്ചാർ ഉപയോഗിക്കുന്ന പദങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, സീറോ ബാലൻസ് അക്കൗണ്ട്, ഒരു പണവും കയ്യിലില്ലാത്തവർക്ക് അക്കൗണ്ട് തുടങ്ങിക്കൊണ്ട് ഈ രാജ്യത്ത് ബാങ്കിൽ പോകാൻ ഒരു അവസരം ലഭിച്ചിട്ടില്ലാത്ത 25 കോടി പേരെ പട്ടിണിപ്പാവങ്ങളെ ബാങ്കിങ് മേഖലയുമായിട്ട് അടുപ്പിച്ചത് ഈ ഗവൺമെൻറ്റാ. ആ ഗവൺമെന്റാണ് ജനങ്ങളെ ബാങ്കിംഗ് മേഖലയിൽ നിന്ന് അകറ്റുന്നു എന്ന് പറയുന്നത്. കോമൺ സെൻസ് അല്ലേ? നമ്മുടെ കയ്യിലുള്ള പണം എന്ന് പറയുന്നത് അത് പോകാതെ സൂക്ഷിച്ചു വെക്കണമെന്ന് താല്പര്യമുള്ള ആളുകളാണല്ലോ എല്ലാ ആളുകളും. നമ്മൾ ബാങ്കിംഗ് ഇടപാട് മുഖേന പോയി കഴിഞ്ഞാൽ അതിന് സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും എന്ന് വന്നാൽ ആളുകൾ പിന്നെ ബാങ്കിലേക്ക് പണം നിക്ഷേപിക്കാൻ പോവില്ല, അവരുടെ വീട്ടിൽ വെക്കും. അഭിലാഷ്, നേരത്തെ താങ്കൾ തന്നെ ചോദിച്ചല്ലോ, നമ്മൾ നേരിട്ട് പോയി ചെന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 500 രൂപയോ 100 രൂപയോ 250 രൂപയോ ചിലവാകുന്ന സ്ഥലത്താണ് നമുക്ക് 5 രൂപയോ 2 രൂപയോ സർവീസ് ചാർജ്. താങ്കൾ നേരത്തെ ആദർശിനോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ ഉത്തരം തരാം. ഇപ്പോൾ താങ്കൾ ഒരു 1 ലക്ഷം രൂപ വരെ 5 രൂപ പ്ലസ് സർവീസ് ചാർജ് എന്നൊരു കണക്ക് വായിച്ചല്ലോ. താങ്കൾ വായിച്ചത് ശരിയാണ്. IMPSന് ഇന്നത്തെ സർക്കുലറിൽ അങ്ങനെ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. അതനുസരിച്ചാണെങ്കിൽ IMPS വഴി ഇന്നലെ വരെ 5000 രൂപ മാത്രമേ മാറ്റാൻ സാധിച്ചിരുന്നുള്ളൂ. ഇന്ന് ജനങ്ങൾക്ക് ഒരു അഡീഷണൽ ഫെസിലിറ്റി കൊടുക്കുക. അതായത് 1 ലക്ഷം രൂപ വരെയാണ് IMPS വഴി നിങ്ങൾ മാറ്റുന്നതെങ്കിൽ 5 രൂപ പ്ലസ് സർവീസ് ചാർജ്, ദാറ്റ് മീൻസ് 75 പൈസ. 5 രൂപ 75 പൈസ. 2 ലക്ഷം രൂപ വരെ ആയിക്കഴിഞ്ഞാൽ 15 രൂപ പ്ലസ് സർവീസ് ചാർജ്, ദാറ്റ് മീൻസ് 17 രൂപ 50 പൈസ. 2 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 25 രൂപ പ്ലസ്. അല്ല, ആ കണക്ക് ആ സർക്കുലറിൽ വ്യക്തമാണ്. ഞാൻ കണക്കിലല്ല ശ്രീ വി വി രാജേഷ് തർക്കിക്കുന്നത്, കണക്കിലല്ല ഞാൻ തർക്കിക്കുന്നത്, കണക്കിലല്ല. ഒന്ന് നമ്മുടെ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കൂ. ഇല്ല, നമ്മൾ കാർഡ് വഴി സ്വൈപ്പ് ചെയ്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും മൊബൈൽ വാലറ്റ് ഉപയോഗിച്ച് ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ എത്ര ചെറിയ തുകയോ എന്നുള്ളതല്ല, അതിന് മുകളിൽ ചാർജ് വരുമെങ്കിൽ ആളുകൾ അതിന് മുതിരില്ല. 25,000 രൂപ ശമ്പളമുള്ള ആൾ 25,000 രൂപ ശമ്പളം സ്ഥാപനത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടൻ ആ പണം പിൻവലിച്ച് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് പിന്നെ പണമായിട്ട് തന്നെ അതിനെ ഉപയോഗിക്കും. ഈ സർവീസ് ചാർജ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ലെസ് ക്യാഷ് എക്കോണമിയെ കുറിച്ച് നമ്മൾ ആലോചിക്കാമായിരുന്നു. അതല്ലാതെ സാധാരണ മനുഷ്യൻ ചെയ്യില്ല. അഭിലാഷേ, ഈ സർവീസ് ചാർജ് ബാഗുകൾ വാങ്ങിക്കുന്നതിൽ ചില സ്ഥലങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ ബാങ്കുകൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ന്യായീകരിക്കുന്നില്ല. മാത്രമല്ല, എക്സോർബിറ്റൻ്റായിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. അത് ഗവൺമെൻറ്റിൽ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് സമയാസമയം ബാങ്കുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഞങ്ങളോട് തന്നെ 1.5% സർവീസ് ചാർജ് വാങ്ങുന്ന സ്വൈപ്പ് ചെയ്യുമ്പോഴേക്ക് എടുക്കുന്നതിനെക്കുറിച്ച് പല വ്യാപാരികളും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. 1 ലക്ഷം രൂപ സ്വൈപ്പ് ചെയ്യുമ്പോഴേക്ക് 65 സ്വൈപ്പ് ചെയ്യുമ്പോഴേക്ക് അവർക്ക് പണമില്ലാതായി മാറുന്നു. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ബാങ്കുകൾ തിരുത്തേണ്ടതായിട്ടുണ്ട്.
അക്കാര്യങ്ങൾ ഞങ്ങൾ ബാങ്കുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അല്ല, അത് ശരി, പറയുമ്പോൾ അക്കാര്യങ്ങൾ തന്നെ ബാങ്കിന്റെ ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ സ്ഥാപനങ്ങൾ നിലനിർത്താം. ഒരുപക്ഷേ അതങ്ങനെ അതിന് ഒരു പരിഹാരം നരേന്ദ്രമോദിയോടോ ഉണ്ടാക്കിയാൽ നല്ലത്. ബിജെപിയോടോ ശ്രീ വി രാജേഷ്, ആ പ്രശ്നമാണ് ഞാൻ ഉന്നയിക്കുന്നത്. തീർച്ചയായും. ശ്രീ വി കെ ആദർശ്, നമ്മൾ ഈ ഡിമോണിറ്റൈസേഷന് ശേഷം നടത്തിയ ഒരു ചർച്ചയിൽ ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. നമ്മൾ 1000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോൾ 1000 രൂപയുടെ നോട്ട് കൊടുത്താൽ അത് മതി. പക്ഷേ നമ്മൾ കാർഡ് കൊടുക്കുകയാണെങ്കിൽ 1028 രൂപ വേണം. ഇപ്പോൾ കുറച്ച് 7 രൂപ നമുക്ക് വീണ്ടും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ശരി തന്നെ, പക്ഷേ എന്നാലും കൂടുതൽ പണം കൊടുക്കണം. അതുമാതിരി ഏത് തരത്തിലുള്ള ഈ ട്രാൻസാക്ഷനും ചാർജ് ചെയ്യപ്പെടുമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആളുകൾ ഈ പറയുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷനിലേക്ക് പോവുക? അതൊരു കോമൺ സെൻസ് അല്ലേ? എന്റെ അഭിലാഷ് വീണ്ടും അത് തെറ്റിച്ചില്ലേ? അതായത് പെട്രോൾ ഒഴികെയുള്ള കാര്യങ്ങൾക്ക് കടയിൽ 100 രൂപയാണ് ബില്ലെങ്കിൽ നിങ്ങൾ 100 രൂപ കൊണ്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് 100 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോകും. അത് ഉപയോക്താവിന്റെ കയ്യിൽ നിന്ന് പോവുകയുള്ളൂ. ഇനി ഇപ്പൊ എന്താ ഈ കഴിഞ്ഞ ആഴ്ച റോൾ ഔട്ട് ചെയ്ത, കഴിഞ്ഞ മാസം അതായത് അംബേദ്കർ ജയന്തിയുടെ അന്ന് റോൾ ഔട്ട് ചെയ്ത ആധാർ പേ അനുസരിച്ചാണ് ഈ വ്യാപാരിക്ക് അഡീഷണൽ കാശ് കിട്ടാൻ പോവുകയാണ്. ഇടപാട് നടത്തി മാസം 300 രൂപ അഡീഷണൽ കാശ് കിട്ടും. അതായത് നിങ്ങൾ എത്ര രൂപയാണോ പേ ചെയ്യാൻ പോകുന്നത് നിങ്ങളും അഡീഷണൽ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. വ്യാപാരിക്ക് അതേ തുക കൂടാതെ ഇത് പ്രോത്സാഹിപ്പിക്കാൻ ഒരു പ്രോത്സാഹന സമ്മാനം എന്നുള്ള ഒരു 300 രൂപ മാസം കിട്ടുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് കൂടുതൽ രീതിയിലേക്ക് നമ്മൾ ക്യാഷ് വിഡ്രോവലിനാണ് നിങ്ങൾ ഈ പറയുന്ന ചാർജ് അല്ല. നിങ്ങൾ ഈ കടയിൽ കൊണ്ടുവച്ച് നിങ്ങൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്നത് ഈ പറയുന്ന ഫ്രീ ലിമിറ്റ് 5 ലിമിറ്റിനകത്ത് ലിമിറ്റ് ചെയ്ത് അല്ലല്ല, ക്യാഷ് വിഡ്രോവലിന്റെ കാര്യം മാത്രമല്ല, ഞാൻ ആ സർക്കുലർ ഒരിക്കൽ കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. ഫണ്ട് ട്രാൻസ്ഫർ ചാർജസ് ത്രൂ INB, MB, UPI, USSD, അതിനാണ് അപ് ടു 1 lakh RS5+ സർവീസ് ടാക്സ് ഉള്ളത്. അഭിലാഷിന്റെ ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയുന്നത്. ഈ സാധനം ഈ സർവീസ് ടാക്സ് അവിടെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യത്തിന് സർവീസ് ടാക്സ് അല്ല, സർവീസ് ചാർജിന് പുറത്താണ് സർവീസ് ടാക്സ്. സർവീസ് ചാർജിന് പുറത്തെ ഇന്ത്യയിൽ സർവീസ് ടാക്സ് എടുക്കാൻ പറ്റൂ, നേരിട്ട് എടുക്കാൻ പറ്റില്ല. അതെ, അപ്പോൾ സർവീസ് ചാർജ് അവിടെ ഉണ്ടല്ലോ. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ ഈ പറഞ്ഞു നേരത്തെ മാത്യു കുഴൽനാടൻ പറഞ്ഞ കേസുണ്ടല്ലോ. സാധാരണക്കാർ, എനിക്കും മാത്യു കുഴൽനാടനും അഭിലാഷനൊന്നും പടത്തില്ല, ദരിദ്ര 25 കോടിയുള്ള അക്കൗണ്ടാണ് ജൻധൻ യോജനയിൽ തുടങ്ങിയത്. അതിനകത്ത് 0 ബാലൻസ് ആണ്. ആ 25 കോടി അക്കൗണ്ടും സാറ്റിസ്ഫാക്ടറി ഓപ്പറേറ്റ് ചെയ്യുന്ന അക്കൗണ്ട്, അത് 6 മാസം ഓപ്പറേറ്റ് ചെയ്ത അക്കൗണ്ട് ആണെങ്കിൽ 5000 രൂപ വരെ മൈനസ് ബാലൻസ് കിട്ടും. അല്ല, ഞാൻ ജൻധൻ അക്കൗണ്ടിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ച ചോദ്യം. ശ്രീ വി കെ ആദർശ്, വ്യക്തമല്ലേ? ഫണ്ട് ട്രാൻസ്ഫർ ചാർജസ് ത്രൂ INB, MB, UPI, USSD, ഇന്റർനെറ്റ് വഴിയുള്ള പണം ഉപയോഗത്തിന്, ട്രാൻസാക്ഷന് പണം സർവീസ് ചാർജ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആളുകൾ അത് ഓപ്റ്റ് ചെയ്യുക? അഭിലാഷ്, കാർഡ് വഴി സ്വൈപ്പ് ചെയ്യുന്ന IMPS ട്രാൻസ്ഫർ അല്ല. അല്ല, കാർഡ് വഴി സ്വൈപ്പ് ചെയ്യണ്ട, നമ്മൾ ഈ മൊബൈൽ വാലറ്റ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പണം അയക്കാലോ. മൊബൈൽ വാലറ്റ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ എവിടെയാണ് ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കുന്നത്? വ്യക്തി ടു വ്യക്തി അല്ല, ബിസിനസ് ടു കസ്റ്റമർ ആണ്. അല്ല, ബിസിനസ് ടു കസ്റ്റമർ അല്ലാതെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പണം അയക്കാലോ. ഏത് ബാങ്കിൽ അയക്കാൻ പറ്റാത്ത? എന്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ആപ്പ് വഴി SIBM പേ വഴി അയക്കാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പണം അയക്കാമല്ലോ. അപ്പൊ എന്തായിരുന്നു അല്ല, അപ്പൊ പിന്നെ ഞാൻ കൊടുക്കണമല്ലോ സർവീസ് ചാർജ്. ഒന്ന് കേൾക്കൂ, ചോദ്യം ചോദിക്കാതെ മറുപടി കേൾക്കാനുള്ള സന്മനസ് കൂടി കാണിക്കോ, ഒരു കുഴപ്പമൊന്നും പിടിച്ച കാര്യമല്ല. അതായത് നിങ്ങൾ ഇത് ഇലക്ട്രോണിക് പൂർവ്വ കാലഘട്ടത്തിൽ എങ്ങനെയാണ് 2 വ്യക്തികൾ തമ്മിൽ പണം കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്ന ബാങ്ക് വഴി DD എടുത്തോ ചെക്ക് എടുത്തോ ആണ് കൊടുത്തോണ്ടിരുന്നത്. അഭിലാഷിന് അറിയാലോ, പല പരീക്ഷയ്ക്കും നമ്മളെല്ലാം നമ്മുടെ ചെറുപ്പകാലത്ത് DD എടുത്തോണ്ടിരുന്നില്ല. എത്രയാണ് ചാർജ് ഈടാക്കിയിരുന്നത്? 20 രൂപ 30 രൂപയാണ് ചാർജ് ഈടാക്കിക്കൊണ്ടിരുന്നത്. കാരണം DDക്ക് ഒരു ചാർജ് ഉണ്ട്, ചെക്കിന് ഒരു ചാർജ് ഉണ്ട്. ഇത്തരം ബാങ്ക് ട്രാൻസാക്ഷൻ എല്ലാം പണ്ട് മുതലേ ചാർജ് ഉള്ളതാണ്. ഇലക്ട്രോണിക് രീതിയിലേക്ക് വന്നപ്പോൾ ട്രാൻസാക്ഷന്റെ ചാർജ് കുത്തനെ കുറഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ ആദ്യം ജനപ്രിയമാക്കാൻ സ്വാഭാവികമായി ഇത് സൗജന്യമായി വരും. അതൊരു ത്രഷോൾഡ് ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നുകിൽ വളരെ ബെയർ മിനിമം കോസ്റ്റ് അവർ ഈടാക്കിയിരിക്കും, അല്ലെങ്കിൽ അത് ഫ്രീ ആയിട്ട് കൊടുത്തു. ശരി, എനിക്ക് തോന്നുന്നു അത് വ്യക്തമായിരുന്നു. നരേന്ദ്രൻ, താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇനിയിപ്പോ ഈ ഇന്റർനെറ്റ് പൂർവ്വകാലത്തും സമാനമായ വിധത്തിൽ പണം നമ്മൾ ഈ ബാങ്കിങ് സേവനത്തിന് വേണ്ടി മുടക്കേണ്ടി വന്നു. ഇപ്പോൾ ഇന്റർനെറ്റ് കാലത്തും അതിൻ്റെതായ ചെലവ്, ഞാനിപ്പോൾ സൂചിപ്പിച്ചത് മാതിരിയുള്ള സർവീസുകൾക്ക് നമ്മൾ കുറച്ച് പണം മുടക്കേണ്ടി വരുന്നു എന്ന ആ നിലയ്ക്ക് മാത്രം ഇതിനെ കണ്ടാൽ മതിയോ? അതോ ഇതിനിങ്ങനെ ഒരു വലിയ ഭാരമായി കാണേണ്ടതുണ്ടോ? യഥാർത്ഥത്തിൽ ഇത് വലിയ ഭാരമാണോ? ഞാൻ ഈ സൂചിപ്പിക്കുന്നത് ഇന്റർനെറ്റ് ഉപയോഗമാണെങ്കിലും സാങ്കേതികവിദ്യയുടെ ഉപയോഗമാണെങ്കിലും എല്ലാം തന്നെ കസ്റ്റമേഴ്സിന് അവരുടെ സൗകര്യാർത്ഥം വിനിയോഗിക്കാനുള്ള അവസരം കൊടുക്കുന്നത് തെറ്റൊന്നുമല്ല. അടിസ്ഥാനപരമായ പ്രശ്നം ഇന്ത്യയിലെ ജനകീയ ബാങ്കിങ്ങിനെ തകർക്കുന്നു എന്ന വിഷയത്തിൽ നിന്നും ഒളിച്ചോടുന്നതിനു വേണ്ടി വളരെ സ്ഥൂലമായ ഒരു വിഷയത്തെക്കുറിച്ച് അവഗാഹമായ പാണ്ഡിത്യം വെളിപ്പെടുത്തുന്ന രീതിയിലേക്ക് ചർച്ച വഴിതെറ്റിവിടെ. ഒരൊറ്റ കാര്യം ഞാൻ പറയുകയാണ്, സാധാരണക്കാരനെ പറഞ്ഞപ്പോൾ പൊള്ളിയല്ലോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 10,000 രൂപ വരെയുള്ള ഗോൾഡ് ലോൺ അവർ സ്വീകരിക്കുന്നില്ല. 25,000 രൂപ വരെയുള്ള 25,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള ഗോൾഡ് ലോണിന് 575 രൂപയാണ് പ്രോസസ്സിംഗ് ഫീസ്. തുടർന്ന് 0.3% പോകുന്നു. ഞാൻ പറഞ്ഞത് സാധാരണക്കാരന് ഈ പ്രാപ്യമാകുന്ന സൗകര്യങ്ങൾ നിഷേധിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്?
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ന്യായീകരിക്കുന്ന ആളുകൾ ആരാണെങ്കിലും അവർക്കത് ഗുണം ചെയ്യാൻ പോകുന്നില്ല. എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ റോൾ മോഡലാണ്. ഇപ്പോൾ അവർ ചെയ്യുന്നതാണ് പിന്നീട് വ്യാപകമാകാൻ പോകുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ജനപക്ഷ സമീപനം വേണം. നിങ്ങൾ ഇന്റർനെറ്റ് ആയിക്കോ. ആദർശിനോട് ഞാൻ ആധാറിന്റെ സാങ്കേതികത്വം അതിന്റെ ചതിക്കുഴിയൊന്നും ഈ ചർച്ചയുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. യഥാർത്ഥത്തിൽ ആളുകളെ ബാങ്കിലേക്ക് കൊണ്ടുവരികയും വന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇന്റർനെറ്റ് ആണെങ്കിലും ക്യാഷ് ആണെങ്കിലും പരമാവധി പിഴിഞ്ഞൂറ്റിയെടുത്ത് ലാഭമുണ്ടാക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക്, ശൈലിയിലേക്ക് ഇന്ത്യൻ ബാങ്കിംഗ് രംഗം ഇന്ത്യൻ ബാങ്കിംഗ് മേഖല അങ്ങനെ പോകരുത്. അതിന് തക്കതായ വിധത്തിലുള്ള തിരുത്തലുകൾ ആ വിഷയത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം. വളരെ നന്ദി ശ്രീ ടി നരേന്ദ്രൻ, ശ്രീ മാത്യു കുഴൽനാടൻ, ശ്രീ എൻ ഷംസീർ, ശ്രീ വി രാജേഷ്, ശ്രീ വി കെ ആദർശ് ചർച്ചയിൽ പങ്കെടുത്തതിന്.